السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. رب زدنا علما نافعا. الحمد لله. നമ്മൾ അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീ. അല്ലാഹു സുബ്ഹാനഹു തആലയുടെ മഹത്തായ ഔദാര്യം കൊണ്ട് അല്ലെ ഒരു വലിയൊരു ഇവന്റ് തന്നെ സക്സസ്ഫുൾ ആയിട്ട് അള്ളാന്റെ തൗഫീഖോടെ കംപ്ലീറ്റ് ചെയ്തു. അൽഹംദുലില്ലാ. നമുക്കറിയാം ഗ്രൂപ്പുകളൊക്കെ 2-3 ദിവസം റിഫ്ലക്ഷൻസിന് വേണ്ടിയിട്ട് പ്രോഗ്രാമിന്റെ റിവ്യൂവിന് വേണ്ടിയിട്ടൊക്കെ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം കുറേ പറയാനുണ്ടെന്ന് തോന്നി. അപ്പം അതൊരു ഓഡിയോ ആക്കി പറയുന്നതിനേക്കാളും ഒരു ലൈവ് വെച്ച് കഴിഞ്ഞാൽ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ എന്താണ് റെക്കോർഡിങ് അവിടെ ഉണ്ടാവുകയും ചെയ്യും, എല്ലാവർക്കും ഹെൽപ്പ് ആവുകയും ചെയ്യും, എല്ലാ കാര്യങ്ങളും കവർ ചെയ്യുകയും ചെയ്യാന്ന് തോന്നി. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു റിവ്യൂ അല്ലെങ്കിൽ അവലോകനം എന്ന് പറഞ്ഞിട്ട് ഒരു മീറ്റിംഗ് വെച്ചത്. അപ്പം നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യാം. ആർക്കും ബുക്കും പെൻ ഒന്നും വേണ്ട, ജസ്റ്റ് കേട്ടാൽ മതി കാര്യങ്ങൾ. ഓക്കെ. ശരിക്കും ഈ ഒരു മീറ്റപ്പിന്റെ കാര്യം പറയുമ്പോൾ, അതായത് നൂറ് സുദ്രിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പല തവണ നമ്മളെ മെമ്പേഴ്സ് തന്നെ നമുക്ക് ഫസ്റ്റ് ജ്യൂസ് കഴിഞ്ഞാൽ ഒരു മീറ്റപ്പ് വെക്കാം എന്ന് പറയാറുണ്ടായിരുന്നു. അപ്പോഴൊക്കെ സുബ്ഹാനല്ലാഹ് നടക്കുമോ? കാരണം നൂറ് സുദ്രി എന്ന് പറയുമ്പോൾ കുറേ സ്ഥലത്ത് നിന്നുള്ള പല നാട്ടിൽ നിന്നുള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ അപ്പൊ ഞാൻ എന്നെ കൊണ്ട് എന്തായാലും പറ്റൂല, അപ്പൊ അത് പോട്ടെ, ഒഴിവാക്കാം എന്നുള്ള രീതിയിൽ അതിനത്ര കാര്യമായിട്ട് എടുത്തിട്ടൊന്നുമില്ല. പക്ഷെ അൽഹംദുലില്ലാ ഉമ്മ ഒരു സംസാരത്തിൽ ഇനിഷ്യേറ്റ് ചെയ്ത് ഹസീന അതിനെ ഏറ്റുപിടിച്ച് മാഷാഅല്ലാഹ് ബാക്കി എല്ലാവരും കൂടെ നിന്ന് സുബ്ഹാനല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു തആലയുടെ തൗഫീഖ് എന്ന് മാത്രം, അല്ലെങ്കിൽ അത്ഭുതം എന്ന് തന്നെ പറയണം. ഇത്ര ഭംഗിയായിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. കാരണം അത്രയും വലിയ സപ്പോർട്ടായിരുന്നു എല്ലാവരുടെ അടുത്ത് നിന്നും. അത് ദുആ കൊണ്ടാണെങ്കിലും മാനസികമായ സപ്പോർട്ടാണെങ്കിലും സാമ്പത്തികമായ സപ്പോർട്ടാണെങ്കിലും എല്ലാ അർത്ഥത്തിലും എല്ലാ സഹോദരിമാരും ആദ്യം മുതൽ അവസാനം വരെ. ഇനി അവിടെ ഇവന്റിന്റെ ഇടയിൽ ഉണ്ടായിരുന്ന ശാരീരികമായ സപ്പോർട്ട് എന്നൊക്കെ പറയുന്നത് സുബ്ഹാനല്ലാഹ് ഓരോരുത്തരെ പേരെടുത്ത് പറഞ്ഞാൽ മതിയാവില്ല. അള്ളാഹു എല്ലാവർക്കും കണക്കില്ലാത്ത പ്രതിഫലം തരട്ടെ, ആമീൻ. അതേപോലെ പങ്കെടുത്ത ഓരോരുത്തർക്കും വളരെയധികം പ്രയാസപ്പെട്ട് പല നാടുകളിൽ നിന്ന് എത്തിപ്പെട്ട പലരും സുബ്ഹാനല്ലാഹ് എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു തആല കണക്കില്ലാത്ത പ്രതിഫലം നൽകട്ടെ, ആമീൻ. അള്ളാഹുവിന്റെ അടുത്ത് കബൂലാക്കുന്ന ഒരു സൽക്കർമ്മമായിട്ട് അള്ളാഹു സ്വീകരിക്കട്ടെ, ആമീൻ. ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു, പല സ്റ്റേജസിലും പല തടസ്സങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഓരോന്നും ഈസി ആയിട്ട് അള്ളാഹു തരണം ചെയ്യാൻ തന്നെ സഹായിച്ചു എന്ന് വേണം പറയാൻ. അൽഹംദുലില്ലാ. പിന്നെ നമ്മളെ നൂറ് സുദ്രിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഇവന്റ് കഴിഞ്ഞപ്പോൾ ഒരുപാട് ആളുകൾ നൂറ് സുദ്രിയെ കുറിച്ച് അറിഞ്ഞു. അൽഹംദുലില്ലാ. നമ്മളുടെ ഈ ഒരു ഖുർആൻ യാത്രയെ കുറിച്ച് ഒരുപാട് ആളുകൾ അറിഞ്ഞു. അത് ഈ ഒരു ഇവന്റ് മാത്രമല്ല, നിങ്ങൾ ഓരോരുത്തരും നൂറ് സുദ്രിയുടെ ഫസ്റ്റ് ഇയർ അല്ലെങ്കിൽ ഫസ്റ്റ് ജ്യൂസിന്റെ ഭാഗമായിരുന്നു ഓരോരുത്തരും അതിന്റെ ഒരു റീസൺ ആണ്. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ വഴിയാണ് അത് സ്പ്രെഡ് ആയത്. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലൂടെ കാണിച്ചുകൊണ്ട് സ്പ്രെഡ് ആക്കിയിട്ടുണ്ട്, സംസാരത്തിലൂടെ കാണിച്ചുകൊണ്ട് സ്പ്രെഡ് ആക്കിയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ. ഒരുപാട് ആളുകൾ അതിനെക്കുറിച്ച് ചോദിച്ചും അറിഞ്ഞും വന്നിട്ടുണ്ട്. ഇനി മറ്റ് എന്താ പറയാ, ഇതുപോലെയുള്ള ഗ്രൂപ്പുകളിലൊന്നല്ല, ഈവൻ നിങ്ങളുടെയൊക്കെ വീടുകളിലും പലരും വന്ന് പറഞ്ഞിട്ടുണ്ട്. വീടുകളിലും അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ, കാരണം നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുമ്പോൾ ഏറ്റവും ആദ്യം അത് റിഫ്ലക്ട് ചെയ്യുന്നത് നമ്മുടെ വീടുകളിലാണ്, നമ്മുടെ കുടുംബങ്ങളിലാണ് അല്ലെ. അൽഹംദുലില്ലാ. അത്തരത്തിലുള്ള കുറേ ഉദാഹരണങ്ങൾ പലരും വന്ന് പറഞ്ഞു. അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീ. ഇത് വലിയൊരു മാറ്റത്തിനുള്ള തുടക്കമാവട്ടെ. കാരണം നമുക്ക് മാറാനുള്ളത്, നമ്മളുടെ ഗൈഡായിട്ടുള്ളത് നമ്മളുടെ ഖുർആൻ നമ്മളെ കയ്യിലുണ്ട് അല്ലെ. അത് പിന്നെ നമുക്ക് വേറൊന്നും വേണ്ട. നമുക്ക് സന്തോഷത്തിനും സമാധാനത്തിനും ഇഹപര വിജയത്തിനും അത് ശരിയായ രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് മാത്രം മതി. അപ്പം ഇതിന്റെ ബാക്കിയായിട്ട് കുറേ ക്വസ്റ്റ്യൻസ്, ചോദ്യങ്ങൾ അല്ലെങ്കിൽ അന്വേഷണങ്ങൾ ഉണ്ടായിരുന്നു നൂറ് സുദ്രിയെ കുറിച്ച്. നൂറ് സുദ്രി ജൂസ് 1 റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ, ജൂസ് 2 എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, റബിയ ഖൽബിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതിലെങ്ങനെയാ ജോയിൻ ചെയ്യുക, എൽം ടു എംഎല്ലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെയുള്ള കുറേ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഒന്ന് അഡ്രസ് ചെയ്യാന്ന് വിചാരിച്ചു ഈ ഒരു ഇതിനകത്ത്, ഈ മീറ്റിംഗിൽ. പ്ലസ് മെയിനായിട്ട് നമുക്ക് 3 കാര്യങ്ങളാണ് പറയാനുള്ളത് ഇതിൽ. ഒന്ന്, വാട്ട് വെന്റ് വെൽ, അതായത് കഴിഞ്ഞ ഒരു വർഷം അല്ലെങ്കിൽ 1.25 വർഷം നമ്മൾ ജ്യൂസ് 1 സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇതുപോലെ ഇങ്ങനെ വലിയൊരു ഒരു കോഴ്സ് ആക്കിയിട്ട് ഒന്നും തുടങ്ങിയതല്ല അല്ലെ. സ്റ്റാർട്ടിങ്ങിലുള്ള എല്ലാവർക്കും അറിയാം, നമ്മൾ കഴിഞ്ഞ വർഷം മെയ്യില് റംസാൻ കഴിഞ്ഞപ്പം ജസ്റ്റ് ഒരു തഫ്സീർ ക്ലാസ് എന്നുള്ള പോലെ കുറച്ച് ആളുകൾ അറ്റൻഡ് ചെയ്ത് അങ്ങനെ തുടങ്ങിയ ഒരു ക്ലാസ്. വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. സുബ്ഹാനല്ലാഹ്,
അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മൾ ഓരോ സ്റ്റേജിലും ഓരോന്ന് ചെയ്യേണ്ടത് അള്ളാഹ് തന്നെ നമുക്ക് തോന്നിച്ച് ഗൈഡ് ചെയ്തെന്ന് പറഞ്ഞ പോലെ നടത്തിയിട്ടുള്ളതാണ് നമ്മളുടെ ഈ ഒരു കഴിഞ്ഞ ഒരു വർഷത്തെ ജേണി. അപ്പം എന്തൊക്കെയാണ് അവിടെ നന്നായിട്ട് അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് നടന്ന കാര്യങ്ങൾ, രണ്ട് എന്തൊക്കെയാണ് നമുക്ക് പാളിപ്പോയത്. കാരണം പാളിപ്പോയതിൽ നിന്ന് എപ്പോഴും നമുക്ക് ലെസൺസ് ഉണ്ടാവും അല്ലെ, പഠിക്കാൻ ഒരുപാട് ഉണ്ടാവും. അപ്പൊ അതും നമ്മളൊന്ന് അവലോകനം ചെയ്തേ മതിയോ, അത് നമ്മൾ മുന്നോട്ടുള്ള യാത്രയിൽ ഹെൽപ്പ് ആവും. 3 അനൗൺസ്മെന്റ്, നമുക്ക് പുതിയ അനൗൺസ്മെന്റ് എന്തൊക്കെയാണ്. അപ്പൊ ഈ ഒരു 3 പോയിന്റ്സ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻഷാ അല്ലാഹ് ഞാനിവിടെ ഇന്ന് ലൈവ് വെച്ചിട്ടുള്ളത്. അപ്പം ഫസ്റ്റ് നമുക്ക് പോസിറ്റീവ് സൈഡ് തന്നെ നോക്കാം. എന്തൊക്കെയായിരുന്നു നല്ല രീതിയിൽ വർക്ക്ഔട്ട് ആയതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അതിനെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും ആദ്യം പറയാനുള്ള കാര്യം നമ്മളുടെ എക്സാം ആയിരുന്നു. സുബ്ഹാനല്ലാഹ്, വീക്ക്ലി നടത്തിയ എക്സാം. ആ ഒരു എക്സാം ഫോമാറ്റ് എന്ന് പറയുന്നത് പലർക്കും പുതിയതായിരുന്നു. പലതരത്തില് എതിർപ്പുകൾ ഉണ്ടായിരുന്നു തുടക്കത്തിലൊക്കെ. ആദ്യത്തെ 2-3 എക്സാം ഒക്കെ സർവൈവ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ക്വസ്റ്റ്യൻ മനസ്സിലാവുന്നില്ല, ആൻസറിൽ ഓപ്ഷൻസ് ഒരുപാട്, ആൻസർ കിട്ടുന്നില്ല, അങ്ങനെ പറഞ്ഞിട്ട് പല കംപ്ലൈൻസ് ആയിരുന്നു. പക്ഷേ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് കൂടെ നിന്നു, എല്ലാവരും കൂടെ നിന്നു എന്ന് തന്നെ പറയാം. അൽഹംദുലില്ലാഹ് സ്ലോലി ഈ ഒരു എക്സാം പലർക്കും ഒരു അഡിക്ഷൻ ആയിട്ട് മാറി. പലരും അതേപോലെ വന്ന് പറഞ്ഞിട്ടുണ്ട്, തിങ്കളാഴ്ച ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്, എക്സാം എഴുതാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അൽഹംദുലില്ലാഹ്. അപ്പം അത് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ തൗഫീഖ് കൊണ്ട് നമ്മളുടെ വലിയൊരു പോസിറ്റീവ് ആയിരുന്നു നമ്മളുടെ ഈ ഒരു യാത്രയിൽ അല്ലെ. ഇനി പുതിയ ആളുകൾ ഉണ്ടാവും ഇവിടെ, പുതുതായിട്ട് ജോയിൻ ചെയ്ത അല്ലെങ്കിൽ ലേറ്റ് ആയിട്ട് ജോയിൻ ചെയ്ത ആളുകൾ. അപ്പൊ നിങ്ങൾക്ക് എക്സാം എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാ മനുഷ്യന്മാർക്കും പൊതുവെ പേടിയാണ്, പ്രത്യേകിച്ച് നമ്മൾ വീട്ടമ്മമാർക്ക് പ്രത്യേകം ഭയങ്കര പേടിയാണ് അല്ലെ. അപ്പോൾ നിങ്ങളോട് പറയാനുള്ളത് ജസ്റ്റ് ഒരു 10 മിനിറ്റ്, ഇനി അങ്ങോട്ട് നമ്മൾ ജുസ് 2 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 10 മിനിറ്റ് നിങ്ങൾ സ്പെൻഡ് ചെയ്യാം. തിങ്കളാഴ്ച എക്സാമിന്റെ ലിങ്ക് വരുമ്പം അതൊന്ന് ക്ലിക്ക് ചെയ്ത്, നിങ്ങൾ കഴിഞ്ഞ ക്ലാസ് കേട്ടിട്ടുണ്ടെങ്കിൽ നോട്ട്സ് പോലും എഴുതിയിട്ടില്ലെങ്കിൽ ആ 10 മിനിറ്റ് എടുത്ത് സ്കോറിനെ കുറിച്ചൊന്നും ചിന്തിക്കാതെ ക്വസ്റ്റ്യൻസ് നോക്കുക, ആൻസേഴ്സ് നോക്കുക, ക്ലിക്ക് ചെയ്തിട്ട് അങ്ങനെ പോവുക. ഓക്കെ, നിങ്ങൾക്ക് എന്താ എക്സാം എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ജസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യുക മാത്രം. നിങ്ങളുടെ മാർക്കൊന്നും ഇവിടെ ആരും പബ്ലിഷ് ചെയ്യൂല. ഈ ഒരു എക്സൽ ഷീറ്റ് കാണുന്ന ഞാനല്ലാതെ വേറെ ആരും കാണുക പോലുമില്ല. എനിക്ക് ഇത്രയധികം മാർക്ക് ലിസ്റ്റുകൾ കണ്ടിട്ട് ഇത് ഓർത്ത് വെച്ചിട്ട് ഒന്നും കിട്ടാനില്ല. അത് നോക്കാൻ നമുക്ക് സമയവും ഇല്ല. ഓക്കെ, അപ്പം പുതിയ ആൾക്കാരുടെ അടുത്ത് പറയണം, നിങ്ങൾ ഇനി ഗ്രൂപ്പിൽ കയറി എക്സാമിന്റെ ലിങ്ക് ഒക്കെ കാണുമ്പോൾ ജസ്റ്റ് ഒന്ന് ആദ്യത്തെ 1-2 ആഴ്ച ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നോക്കുക, കേട്ട ക്ലാസ് വെച്ചിട്ട് അറ്റംപ്റ്റ് ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഇനി എങ്ങനെയാണ് എക്സാം എന്നൊക്കെ ഉള്ളത് ഇൻഷാ അല്ലാഹ് ഒരു ലൈവ് പുതിയ ആളുകൾക്ക് വേണ്ടി ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഗ്രൂപ്പുകളിൽ അനൗൺസ് ചെയ്യാം. എക്സാമും മറ്റു മൊത്തത്തിലുള്ള നമ്മുടെ ഈ ഒരു കോഴ്സിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഒരു ലൈവ് ചെയ്യും. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ കിട്ടും. ഇനി എക്സാം എഴുതുമ്പോൾ നിങ്ങൾക്ക് ഇനി മാർക്ക് കിട്ടിയിട്ടില്ലെങ്കിലും ഈവൻ ഗ്രാമർ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും ഏറ്റവും മിനിമം ഇവിടെ എക്സാം എഴുതി പരിചയമുള്ളവർക്കറിയാം, ഇതിന് നമുക്കൊരു സെക്കൻഡ് സെക്ഷൻ ഉണ്ട്, തദബ്ബുർ എന്ന് പറഞ്ഞിട്ട് അല്ലെ. സുബ്ഹാനല്ലാഹ്, നമ്മൾ ആ ഒരു ആയത്തിൽ പഠിച്ച പല കാര്യങ്ങളും നമ്മളെ ജീവിതത്തിലേക്ക് അല്ലെ, നമ്മളോട് തന്നെ ചോദ്യം ചെയ്യുന്ന, നമ്മളെ വിചാരണ ചെയ്യുന്ന ഒരു സെക്ഷൻ ഉണ്ട്, തദബ്ബുർ എന്ന് പറഞ്ഞിട്ട് ഒരു സെക്ഷൻ. ഏറ്റവും ചുരുങ്ങിയത് നമുക്ക് അതെങ്കിലും കിട്ടും. അപ്പം എക്സാം ആരും മിസ്സാക്കരുത്. ഓക്കെ, മിസ്സാക്കിയ നിങ്ങൾക്കാണ് അതിന്റെ മിസ്, വേറെ ആർക്കും മിസ്സാവില്ല, നിങ്ങൾക്ക് മാത്രമാണ്. അതുകൊണ്ട് വെറുതെ എങ്കിലും അത് ക്ലിക്ക് ചെയ്ത് അറ്റംപ്റ്റ് ചെയ്ത് നോക്കുക. ആരും നിർബന്ധിക്കാനൊന്നും കാത്തിരിക്കേണ്ട. ടൈമില്ല എന്ന് പറയേ ചെയ്യരുത്. 24 മണിക്കൂറിൽ ഒരു 10 മിനിറ്റ്, അതായത് ആഴ്ചയിൽ ഒരു 10 മിനിറ്റ് നിങ്ങൾക്ക് അതൊന്ന് ക്ലിക്ക് ചെയ്ത് എഴുതാൻ സമയമില്ലാത്തവർ എനിക്ക് തോന്നുന്നു ഇവിടെ ആരുമില്ല. കാരണം എക്സാം എഴുതുന്ന പലരുടെയും പല അവസ്ഥകളും കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാണം തോന്നാം, നാണക്കേട് തോന്നാം, അങ്ങനെയൊക്കെ എഴുതിയിട്ട് ഞാൻ എന്താ എഴുതാതിരിക്കുന്നതെന്ന് തോന്നിപ്പോകും. അതുകൊണ്ട് ആരും അത് മിസ്സാക്കരുത്. പുതിയ ആൾക്കാരുടെ അടുത്ത് പ്രത്യേകിച്ച്, പഴയ ആൾക്കാരുടെ അടുത്ത് പറയേണ്ട കാര്യമില്ല, അവർക്കൊക്കെ ഇതൊരു അഡിക്ഷൻ ആയിട്ട് മാറിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. അപ്പൊ ആദ്യത്തെ 2-3 ടെസ്റ്റ് ഒരിത്തിരി പ്രയാസം ഉണ്ടാവും, പിന്നെ അതങ്ങ് ഈസി ആയിക്കോളും. അപ്പം അതാണ് നമ്മളെ അൽഹംദുലില്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വതആല തന്ന ഫസ്റ്റ് പോസിറ്റീവ് കാര്യം, നമ്മുടെ എക്സാം. അൽഹംദുലില്ലാഹ്. ഇനി രണ്ടാമത്തെ കാര്യം നമ്മുടെ സബ് ഗ്രൂപ്പുകൾ. ഓക്കെ, സബ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഐഡിയ, കാരണം നമുക്കറിയാം സ്വാഭാവികമായി ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ ഇബ്ലീസ് പല രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കും. ഒരു എക്സാം എഴുതും, അടുത്ത എക്സാം എഴുതൂല, ഒരു ക്ലാസ് കേൾക്കും, അടുത്ത ക്ലാസ് കേൾക്കൂല. അപ്പൊ നമുക്ക് മനുഷ്യന്മാർക്ക് ഒരു പുഷ്, എല്ലാത്തിനും ഒരു പുഷ് ആവശ്യമാണ് അല്ലെ. അപ്പം ആ ഒരു പുഷ് എന്നുള്ള ഒരു ഐഡിയയോട് കൂടിയാണ് നമ്മൾ സബ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ അൽഹംദുലില്ലാഹ് ഭയങ്കര നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരുപാട് റിസൾട്ടുകളാണ് സബ് ഗ്രൂപ്പുകളിൽ നിന്നുണ്ടായത്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഭയങ്കര ബോണ്ടിങ് ആയി. ഓരോ സബ് ഗ്രൂപ്പുകൾ എന്ന് പറഞ്ഞാൽ അവരിപ്പം പല സബ് ഗ്രൂപ്പുകളും ഒരു ഫാമിലി പോലെയാണ്. സുബ്ഹാനല്ലാഹ്, അവിടെ മീറ്റപ്പിന് വന്നപ്പം സബ് ഗ്രൂപ്പിലുള്ള ആളുകൾ തമ്മിൽ ചേർന്ന് ആ ഒരു ഫോട്ടോ എടുക്കുകയും ആ ഒരു സന്തോഷം ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്ത് കണ്ടപ്പോൾ സുബ്ഹാനല്ലാഹ്. അപ്പം
എന്തായാലും അതിനകത്ത് ജമാഅത്തിൽ എന്തായാലും ഒരുപാട് ബ്ലെസ്സിങ് അനുഗ്രഹം ഉണ്ടല്ലേ. അപ്പം അത് കിട്ടിയിട്ടുണ്ട് സബ് ഗ്രൂപ്പിലൂടെ. പിന്നെ എക്സാം ഡ്രോപ്പ് ചെയ്യുന്നതിൽ നിന്ന് ഒരുപാട് ആളുകളെ സഹായിച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. കാരണം ഞാൻ പറഞ്ഞു പല രീതിയിലുള്ള തടസ്സങ്ങൾ വരും, ഇബ്ലീസിന്റെ വസ്വസകൾ വരും, അള്ളാഹു സുബ്ഹാനഹു തആലയുടെ പരീക്ഷണം വരും. കാരണം നിങ്ങൾ വെറുതെ വിശ്വസിച്ചു എന്ന് പറഞ്ഞിട്ട് അള്ളാഹു നമ്മളെ അങ്ങോട്ട് എടുക്കൂല എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പൊ അള്ളാഹു പരീക്ഷിക്കുക തന്നെ ചെയ്യും. ഇതിനകത്ത് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം എനിക്കറിയാം, എനിക്കും ഇവിടെയുള്ള ഓരോരുത്തർക്കും ഈ ഒരു യാത്രയിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് എല്ലാവർക്കും ഈ ഒരു കൊല്ലത്തില് പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. പലതരത്തിൽ എനിക്ക് പേഴ്സണലി അറിയാവുന്ന എല്ലാവർക്കും തന്നെ ഉണ്ടായിരുന്നു. പേഴ്സണലി അറിയാത്തവർക്കും ഉണ്ടാവുമെന്ന് വിശ്വസിക്കുകയാണ്. കാരണം ഈ ഒരു യാത്രയിൽ മുന്നോട്ട് പോവാന്ന് പറഞ്ഞാൽ കുറെ പരീക്ഷണങ്ങൾ മുന്നോട്ട് തരണം ചെയ്തിട്ട് തന്നെ വേണം പോവാൻ. എന്നിട്ടും ഈ എക്സാമുകളൊക്കെ ഡ്രോപ്പ് ചെയ്യാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ സബ് ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത് ഒരുപാട് അൽഹംദുലില്ലാ സഹായിച്ചിട്ടുണ്ട്. പ്ലസ് എക്സാമിന്റെ മുമ്പേ ഉള്ള ഡിസ്കഷൻ അല്ലെ, റിവിഷൻ പോലെ, അല്ലെങ്കിൽ എക്സാം കഴിഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ ഡിസ്കഷൻ, ഗ്രൂപ്പുകൾ തമ്മിലുള്ള ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ, അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് സബ് ഗ്രൂപ്പുകളിൽ കിട്ടിയിട്ടുണ്ട്. പുതിയ ആൾക്കാരുടെ അടുത്ത് പറയാണ്, നിങ്ങൾക്ക് സബ് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനു ശേഷം ഒരു ലിങ്ക് പോസ്റ്റ് ചെയ്യും മെയിൻ ഗ്രൂപ്പുകളിൽ. എന്നിട്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് റിക്വസ്റ്റ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാം. സ്ലോലി അവിടെ നിന്ന് നിങ്ങൾ സബ് ഗ്രൂപ്പുകളിലേക്ക് മാറ്റി നിങ്ങൾക്ക് റോൾ നമ്പേഴ്സ് തരും. ഓക്കെ, റോൾ നമ്പേഴ്സ്, പിന്നെ ആ റോൾ നമ്പർ വെച്ചിട്ടാണ് എക്സാം. പക്ഷേ ഇതൊന്നും നിർബന്ധമില്ല. നിങ്ങൾക്ക് സബ് ഗ്രൂപ്പിൽ കയറണ്ടേ, വേണ്ടെങ്കിൽ വേണ്ട, റോൾ നമ്പർ വേണ്ടേ, കുഴപ്പമില്ല. ജസ്റ്റ് മെയിൻ ഗ്രൂപ്പിൽ നിന്ന് ക്ലാസ് കേട്ടാൽ മതിയോ, നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. ജസ്റ്റ് റോൾ നമ്പർ ഇല്ലാതെ എക്സാം എഴുതിയാൽ മതിയോ, അതിനും ഓപ്ഷൻ ഉണ്ട്. അപ്പം ഒന്നും നിർബന്ധമില്ല. പക്ഷേ ഇതിന്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ അൽഹംദുലില്ലാ നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. പിന്നെ ഓരോരുത്തരുടെ സമയം, ഓരോരുത്തരുടെ പ്രയോറിറ്റീസ്, ചിലപ്പോൾ ഒരുപാട് ക്ലാസ്സുകൾ വേറെ ഉണ്ടാവും. അങ്ങനെയൊക്കെ ഉള്ളവർക്ക് നിങ്ങളെ ചോയ്സിനനുസരിച്ച് ഇത് എടുക്കാം. ഇനി സബ് ഗ്രൂപ്പുകളുടെ അകത്ത് നിന്നുകൊണ്ട് അതിൽ നിന്ന് മാറി നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. സുബ്ഹാനല്ലാഹ് അല്ലെ. അതായത് എനിക്ക് എക്സാം എഴുതാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഞാൻ എക്സാം എഴുതാത്തതുകൊണ്ട് ഗ്രൂപ്പിന്റെ പെർഫോമൻസ് കുറഞ്ഞു പോണ്ട, എന്നാൽ പിന്നെ ഞാൻ അങ്ങ് മാറിയേക്കാം, അല്ലെങ്കിൽ സബ് ഗ്രൂപ്പിൽ നിന്ന് മാറി നിന്നേക്കാം എന്നൊക്കെ പറഞ്ഞിട്ട്. സുബ്ഹാനല്ലാഹ്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇസ്ലാം എന്ന് പറയുന്നതിൽ എപ്പോഴും ജമാഅത്തിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. ഗ്രൂപ്പ് വർക്ക്, ടീം വർക്ക് എന്ന് പറയുന്നത് അതിന്റെ സ്ട്രെങ്ത്, അത് ഇസ്ലാമിന്റെ ഒരു എന്താ പറയാ മുഖമുദ്ര തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു കാലത്തിലെ ഇസ്ലാമിനെ വിജയിപ്പിക്കാൻ വേണ്ടി ഒറ്റയ്ക്ക് നിന്നിരുന്നെങ്കിൽ നടക്കുമായിരുന്നോ? ഇല്ല. ഓരോ സഹാബിമാരും അവരുടെ ഓരോരുത്തരുടെയും സ്ട്രെങ്ത് വേണ്ട രീതിയിൽ ഉപയോഗിച്ചിട്ടാണ് നമ്മളെ ദീനിനെ വിജയിപ്പിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നത് അല്ലേ. അത് നമ്മൾ ഇതുപോലെ ഓരോ ഫീൽഡിലും സുബ്ഹാനല്ലാഹ്, നമ്മുടെ ഈ ഒരു മീറ്റപ്പ് തന്നെ ഓരോരുത്തരും അവനവന്റെ സ്ട്രെങ്ത് കോംപ്ലിമെന്ററി ആയിട്ട് ഉപയോഗിച്ചപ്പോഴാണ് ഈ മീറ്റപ്പ് സക്സസ്ഫുൾ ആയത്. അപ്പം അതേപോലെ ഒരു ടീം വർക്കിനാണ് നിങ്ങൾ സബ് ഗ്രൂപ്പിൽ ഇട്ടിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ മാറി നിൽക്കുമ്പോൾ ഇത്രയും നല്ല ഒരു ചാൻസ് അല്ലെ. എല്ലാത്തിനും ഒരു ആദ്യ പടിയുണ്ട്. എന്ത് റിസൾട്ട് ഉണ്ടാക്കണമെങ്കിലും അതിനൊരു ആദ്യ പടിയുണ്ട്. അപ്പം അതിനൊരു ആദ്യ പടി എന്ന പോലെ നിങ്ങൾക്ക് ഈ ഒരു സബ് ഗ്രൂപ്പിന്റെ ഒരു അവസരം കിട്ടിയപ്പോൾ അതിൽ നിന്ന് മാറി നിൽക്കുമ്പം എന്തൊരു നഷ്ടമല്ലേ. നിങ്ങൾ വെറും എക്സാം എഴുതാൻ വേണ്ടി മാത്രമല്ല സബ് ഗ്രൂപ്പിൽ ആഡ് ചെയ്തിട്ടുള്ളത്. ഇത് ഒന്നിച്ചൊരു ഗ്രൂപ്പായിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു ചാൻസ് ആണ്, പരസ്പരം മനസ്സിലാക്കാനുള്ള ചാൻസ് ആണ്, ഓരോരുത്തരെയും സ്ട്രെങ്ത് മനസ്സിലാക്കി അത് യൂട്ടിലൈസ് ചെയ്യാനുള്ള ചാൻസ് ആണ്, മറ്റ് സപ്പോർട്ട് വേണ്ടവരെ സപ്പോർട്ട് ചെയ്യാനുള്ള ചാൻസ് ആണ്. എല്ലാവർക്കും സബ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്തിനാ ഇങ്ങനെ കുറെ ഗ്രൂപ്പുകൾ എന്നെ ആഡ് ചെയ്തത്, എനിക്ക് അതിനൊന്നും സമയമില്ല. അങ്ങനെ സമയമില്ല എന്ന് പറയാൻ നമുക്ക് എല്ലാവർക്കും അറിയാം. നമുക്ക് ആർക്കും സമയമില്ല. ഇത് നടത്തിക്കുന്ന ഇതിനെ സഹായിക്കുന്ന സഹോദരിമാർക്ക് എല്ലാവർക്കും ഇഷ്ടം പോലെ പണികളുണ്ട്. നിങ്ങളുടെ സബ് ഗ്രൂപ്പ് ലീഡേഴ്സിന് ഇഷ്ടം പോലെ പണികളുണ്ട്. അവർക്ക് പറയായിരുന്നു സമയമില്ല എന്നല്ലേ. പക്ഷെ എന്തിനാ, അവരുടെ ഫാമിലി അല്ലാഞ്ഞിട്ട് പോലും അവരെ നിങ്ങളെ ഇത്രയും പിന്നാലെ നടന്ന്, നീ സബ് ഗ്രൂപ്പിനകത്താണെങ്കിലും പേഴ്സണലി ആണെങ്കിലും നിങ്ങളുടെ പിന്നാലെ നടക്കുന്നത് എന്തിനാ? സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ, ഒന്നിച്ച് നമുക്ക് സക്സസ്ഫുൾ ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പം അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ അത് ചെയ്യുക. ഇനി നിങ്ങൾക്ക് സബ് ഗ്രൂപ്പുകളുടെ ഉള്ളിൽ മീറ്റിംഗ്സ് വെക്കാം അല്ലെ. ഇഷ്യൂസ് എന്തൊക്കെയാണ്, ആരുടെയൊക്കെ പ്രശ്നങ്ങൾ അത് അഡ്രസ് ചെയ്യുമ്പോൾ ചില സഹോദരിമാർക്ക് ജോലിയുള്ള പ്രശ്നം ഉണ്ടാവും, അതുകൊണ്ട് അവർക്ക് എക്സാം എഴുതാൻ പറ്റാ. അപ്പൊ അവർക്ക് എന്ത് ഹെൽപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും? നിങ്ങളുടെ നോട്ട്സ് ഷെയർ ചെയ്ത് അവർക്ക് അത് വായിച്ച് എക്സാം എഴുതാൻ പറ്റുമോ? അവർക്കൊരു സമയം സജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ? ഇനി അവർക്ക് വേണ്ടി നിങ്ങൾക്കൊന്ന് കാര്യങ്ങൾ എക്സ്ട്രാ പറഞ്ഞു കൊടുക്കാൻ പറ്റും? എല്ലാം നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ പറ്റും. അങ്ങനെ ഒരുപാട് ആളുകൾ ചെയ്യുന്നുണ്ട് അൽഹംദുലില്ലാ. അപ്പം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുക. സബ് ഗ്രൂപ്പിനകത്ത് തന്നെ നിങ്ങളുടെ ലീഡറിന്റെ താഴെ സബ് ലീഡേഴ്സ് ഉണ്ടാക്കുക. എന്നിട്ട് നമ്മളുടെ വിജയത്തിന് വേണ്ടി നമ്മൾ ഒന്നിച്ച് നിൽക്കുക. ഓക്കെ, ഇല്ല നമ്മൾ നഷ്ടപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ, ഇല്ല ഞാൻ എക്സാം എഴുതുന്നില്ല അതുകൊണ്ട് ഗ്രൂപ്പിനെ എഫക്ട് ചെയ്യണ്ട, ഞാൻ മാറി നിൽക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മാത്രമേ നഷ്ടം വരുന്നുള്ളൂ.
ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റിയിലെ ദീനിന് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ പടിയെടുക്കാൻ ഗ്രൂപ്പായിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു സഹോദരിയെ കണ്ടറിഞ്ഞ് മനസ്സിലാക്കി അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുത്ത് വിജയിപ്പിക്കാൻ, അതുവഴി സ്വയം വിജയിക്കാൻ കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി മിസ്സാവാണ്. എന്നിട്ട് നമ്മളിങ്ങനെ പഠിച്ചോനെ ഇവരൊക്കെ എങ്ങനെയായിരിക്കും ഈ ക്ലാസ് ഒക്കെ എടുക്കുന്നത്, ഇങ്ങനെ വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് ആലോചിച്ച് നമ്മളിരിക്കും. നമ്മുടെ മുമ്പിൽ വന്ന ചാൻസ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യൂല അല്ലെ. നമ്മളെ മുമ്പിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവന്ന ചാൻസ് യൂട്ടിലൈസ് ചെയ്യാണ്ട് ആരൊക്കെയോ ചെയ്യുന്നത് അതെങ്ങനെയായിരിക്കും എന്ന് ആലോചിച്ചിരിക്കും. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന ചാൻസ് ആണ് ഇതുപോലെ ഒരു ഗ്രൂപ്പായിട്ട് വർക്ക് ചെയ്യുക, മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുക, സപ്പോർട്ട് ചെയ്യുക, അഡ്രസ് ചെയ്യുക, മീറ്റിങ്ങുകൾ വെക്കുക, ഓരോരുത്തരുടെ പ്രശ്നങ്ങൾ ഒരാളെ ലിസ്റ്റ് ചെയ്യുക, എന്നിട്ട് അതിനെ സഹായിക്കാൻ വേണ്ടി പലരും പല സജഷൻസ് കൊണ്ടുവരിക. വർക്ക് ആവും, അത്ഭുതങ്ങൾ നടക്കും. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. അപ്പം അതൊക്കെ ശ്രമിക്കുക. ഇനി നമ്മൾ ഇതൊന്നും ഇല്ല, എന്നെ കൊണ്ട് ഇതൊന്നും പറ്റൂല എന്ന് പറഞ്ഞ് മാറി നിന്നാണെങ്കിൽ നഷ്ടം ആ മാറി നിൽക്കുന്നവർക്ക് മാത്രമാണ്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല ആ സ്ഥാനത്തേക്ക് വേറൊരാളെ കൊണ്ടുവരും. നിങ്ങളുടെ ഗ്രൂപ്പിൽ വേറൊരാൾ അള്ളാഹ് കൊണ്ടുവരും, അവർക്ക് ആ ചാൻസ് കിട്ടും. ആർക്കാ നഷ്ടം? നമുക്ക് മാത്രം. അപ്പൊ അത് മനസ്സിലാക്കി സബ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഐഡിയ നല്ല രീതിയിൽ ഉപയോഗിക്കാം. ഇതിനു വേണ്ടിയിട്ടൊക്കെ എഫേർട്ട് എടുക്കുന്നവരൊന്നും ഒരു പണിയും ഇല്ലാണ്ട് വീട്ടിൽ ചൊറിയും കുത്തി ഇരിക്കുന്നവരല്ലാന്ന് മനസ്സിലാക്കുക. അവരും നിങ്ങളൊക്കെ പോലെ തന്നെ ജീവിതവും പ്രശ്നങ്ങളും പ്രാരാബ്ധങ്ങളും കുട്ടികളും കുടുംബവും ഒക്കെ ഉള്ളവരാണ്. അവരിത് ചെയ്യുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും എന്തുകൊണ്ടൊന്ന് ചെയ്തുകൂടാ? എൻ്റെ എക്സാം എഴുതാൻ വേണ്ടി മാത്രമാണോ ഞാൻ സബ് ഗ്രൂപ്പിൽ നിൽക്കുന്നതെന്നൊക്കെ സ്വയം ചിന്തിക്കുക, വിചാരണ ചെയ്യാം. ഓക്കെ. ഇനി നമ്മളുടെ അൽഹംദുലില്ലാ അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് റിഫ്ലക്ഷൻസ് ആയിരുന്നു. സുബ്ഹാനല്ലാഹ്. ഇവിടെ ആദ്യമുള്ളവർക്ക് അറിയാം റിഫ്ലക്ഷൻസ് എന്ന് പറഞ്ഞ ആ ഒരു ഐഡിയ അല്ലെ എത്രത്തോളം നമ്മുടെയൊക്കെ ജീവിതത്തിന് ഹെൽപ്ഫുൾ ആണെന്ന്. ഇത് ആക്ച്വലി മീറ്റപ്പിന്റെ ദിവസം എൻ്റെ കയ്യിൽ മൈക്ക് കിട്ടിയപ്പോൾ എനിക്ക് പറയാൻ മിസ്സായിട്ടുള്ള ഒരു കാര്യമാണ് ഈ റിഫ്ലക്ഷൻസ് എന്ന് പറയുന്ന ഐഡിയ. നമ്മളുടെ സ്വന്തം ബാനു ടീച്ചർ, ഞാനും ബാനുമായിട്ടുള്ള ഒരു ഡിസ്കഷനിൽ ഉരുത്തിരിഞ്ഞ ഒരു ഐഡിയ ആണ് അത്. അൽഹംദുലില്ലാ ബാനുവിന്റെ സജഷൻ ആയിരുന്നു. സുബ്ഹാനല്ലാഹ്. അതിന് ഇത്രയധികം വർക്ക് ഉണ്ടാവുമെന്ന് അന്ന് വിചാരിച്ചിട്ടില്ല. ശരിക്കും എന്തൊരു മാറ്റാണല്ലേ, എന്തൊരു മാറ്റാ. നമ്മളെല്ലാവരും തന്നെ ഒരു സമയത്ത് എന്താ തദബ്ബുർ, ഞങ്ങൾക്ക് തദബ്ബുർ വരുന്നില്ല, ഞങ്ങളെ കൊണ്ട് തദബ്ബുർ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് കരഞ്ഞ നമ്മള് ഇപ്പം സുബ്ഹാനല്ലാഹ് ഞാൻ സത്യമായിട്ടും ചൊവ്വാഴ്ചകൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഓരോരുത്തരുടെ റിഫ്ലക്ഷൻസ് കേൾക്കാൻ വേണ്ടിയിട്ട്. നമ്മളൊന്നും ഒരിക്കലും ചിന്തിക്കാത്ത രീതിയിലായിരിക്കും വേറൊരാൾ ചിന്തിക്കുന്നത്. ഓരോരുത്തരുടെ എക്സ്പീരിയൻസിലേക്ക് ഖുർആൻ വരുമ്പം അതിൽ നിന്ന് വരുന്ന റിസൾട്ട്, അതിൽ നിന്ന് വരുന്ന ഐഡിയാസ്, ടിപ്സ്, സുബ്ഹാനല്ലാഹ് എന്തൊരു ഭംഗിയാല്ലേ. അപ്പം ഈ റിഫ്ലക്ഷൻസ് എന്ന് പറയുന്ന ഐഡിയ അള്ളാഹു സുബ്ഹാനഹു വ തആല ആയിട്ട് ഒരു പക്ഷേ ഭാനുവിന്റെ മനസ്സിലിട്ട് കൊടുത്തതായിരിക്കാം. അൽഹംദുലില്ലാ ഒരുപാട് ഹെൽപ്പ് ആവുന്നുണ്ട്. അൽഹംദുലില്ലാ നമ്മളെ അള്ളാഹു ഇങ്ങനെ ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കുക അല്ലെ ഓരോ സ്റ്റെപ്പിലും. ഞങ്ങൾക്ക് തദബ്ബുർ എന്താ, സത്യം പറയുകയാണെങ്കിൽ എനിക്ക് പോലും തുടങ്ങുന്ന സമയത്ത് തദബ്ബുർ എന്താണെന്ന് അറിയില്ലായിരുന്നു. തദബ്ബുർ എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ടെന്ന് അറിയാം, അതിന്റെ ടെക്നിക്കൽ ഡെഫിനേഷനും വാക്കർത്ഥവും ഒക്കെ അറിയാം, അതൊക്കെ ഞാൻ പല ക്ലാസ്സുകളിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതിലേക്ക് എങ്ങനെ എത്തുമെന്ന് ഞാൻ തന്നെ എന്നോട് ചോദിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അങ്ങനെ ഒന്ന് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെ, നമ്മൾ മുന്നേ നടന്നവര് സ്വഹാബിമാര് സലഫുകൾ അങ്ങനെ ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുണ്ട്, അതിലേക്ക് നമ്മൾ എത്തുകയും ചെയ്യും. അള്ളാഹു സുബ്ഹാനഹു വ തആല എത്തിച്ചെത്തുകയും ചെയ്യും. ആ ഒരൊറ്റ വിശ്വാസത്തിലാണ് തുടങ്ങിയത്. സുബ്ഹാനല്ലാഹ്. ഇപ്പൊ അത്ഭുതം തോന്നുന്നു. ഇപ്പൊ തദബ്ബുർ എന്നുള്ള വാക്കൊന്നും ആർക്കും ഓർമ്മയില്ല. കാരണം എല്ലാവരും നാച്ചുറലി അങ്ങനെ ചിന്തിക്കുന്നവരായി, ഖുർആൻ ചിന്തിക്കുന്നവരായി അല്ലെ, ഖുർആനെ ജീവിതത്തിന്റെ എക്സ്പീരിയൻസിലേക്ക് കൊണ്ടുവരുന്നവരായി. അൽഹംദുലില്ലാ അള്ളാഹു സുബ്ഹാനഹു വ തആല തന്ന വലിയൊരു എന്താ പറയാ റഹ്മത്ത് തന്നെയാണ് അത്. അൽഹംദുലില്ലാ തദബ്ബുർ ചെയ്യാനുള്ള ആ ഒരു കഴിവ്. ഇനിയും നമുക്ക് ഒരുപാട് ദൂരം പോകാനുണ്ട് കേട്ടോ. നമ്മളിപ്പോഴും എന്താ കടലിന്റെ ഈ മേലെ നിന്നുള്ള മുത്തും പഴവും പെറുക്കാനുള്ള ഒരു സ്റ്റെപ്പ് എടുത്തിട്ടേ ഉള്ളൂ, താഴോട്ട് നമുക്ക് ഇറങ്ങാനുണ്ട് ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാ അള്ളാഹു ആ ഒരു കാര്യത്തിൽ നമ്മൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. അൽഹംദുലില്ലാ. ഇനി അടുത്തത് നമ്മുടെ റോൾ നമ്പർ സിസ്റ്റം. റോൾ നമ്പർ സിസ്റ്റത്തിന് എനിക്ക് ഫുള്ളായിട്ട് ഒരു 100% സക്സസ് എന്ന് പറഞ്ഞുകൂടാ. ആ ഒരു സിസ്റ്റം സക്സസ്ഫുൾ ആണെങ്കിലും അതിന് കിട്ടിയ സപ്പോർട്ടിന് ഇത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അൽഹംദുലില്ലാ ആ ഒരു സിസ്റ്റം ഉള്ളത് കൊണ്ടാണ് നമുക്ക് എക്സാം ഒക്കെ കറക്റ്റ് ആയിട്ട് ട്രാക്ക് ചെയ്യാനും റിസൾട്ട്സ് പബ്ലിഷ് ചെയ്യാനും ഒക്കെ പറ്റിയത്. ഒരുപാട് സാധാരണ നമുക്കറിയാലേ, നിങ്ങളൊക്കെ പല അക്കാഡമീസിലും പല സ്ഥലങ്ങളിലും എക്സാം പഠിക്കുന്നവരും എക്സാം എഴുതുന്നവരൊക്കെ ആയിരിക്കും. നമ്മൾ ചിലപ്പം പേപ്പറിൽ എഴുതി അതിന്റെ ഫോട്ടോ എടുത്ത് ടീച്ചർക്ക് അയച്ചു കൊടുത്ത് ടീച്ചർ അത് മാനുവലി കറക്റ്റ് ചെയ്ത് മാർക്ക് അയച്ച് എന്നിട്ട് അതിനകത്ത് എന്തെങ്കിലും പ്രശ്നം വരും അല്ലെ, അങ്ങനെയൊക്കെയാണ് നമ്മുടെ എക്സാമുകൾ നടക്കാറ്. പക്ഷെ ഇത് ഓൺലൈൻ എക്സാമും റോൾ നമ്പറും ആയതുകൊണ്ട് ഒരു മാനുവൽ എഫേർട്ടും ഇല്ലാണ്ട് പല കാര്യങ്ങളും നമുക്ക് ടൈം സേവ് ചെയ്തിട്ട് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് പറ്റി. പക്ഷേ അതേസമയം പലരും റോൾ നമ്പറിനെ വളരെ നിസ്സാരമായിട്ട് കണ്ട് സ്ഥിരമായിട്ട് തെറ്റിച്ചെഴുതുന്നവര്, സ്ഥിരമായിട്ട് എഴുതാതിരിക്കുന്നവര്, അവർക്ക് വേണ്ടിയിട്ട് സബ് ഗ്രൂപ്പ് ലീഡേഴ്സ് ആണെങ്കിലും ഞാനാണെങ്കിലും ഓരോന്ന് ചെക്ക് ചെയ്തിട്ട് ഒരുപാട് സമയം അതിന്റെ മുകളിൽ കളയുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം
നിങ്ങൾ മറ്റുള്ളവരുടെ സമയത്തിന് വാല്യൂ കൊടുക്കുക. നിങ്ങൾക്ക് ഓരോരുത്തരും നിങ്ങളുടെ ഒരു റോൾ നമ്പർക്ക് മാത്രം ഓർത്ത് വെച്ചാൽ മതി. പക്ഷെ ഞങ്ങളുടെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഒരുപാട്, ഒരു സബ് ഗ്രൂപ്പ് ലീഡർ ആണെങ്കിൽ ഇപ്പം 10-50 പേരുണ്ട് അല്ലേ, അത്രയും ആൾക്കാരുടെ കറക്റ്റ് ആണോ നോക്കണം. എൻ്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഇത്രയും ആൾക്കാരുടെ കറക്റ്റ് ആണോ നോക്കണം. അപ്പം നിങ്ങൾ ഒരു റോൾ നമ്പർ ശ്രദ്ധിക്കാത്തതിന്റെ പേരിൽ എത്ര ആളുകളുടെ വിലപ്പെട്ട സമയമാണ് നഷ്ടപ്പെടുന്നതെന്ന് ആലോചിച്ച് നോക്കുക. പുതിയ ആളുകൾ ഇത് നിങ്ങൾ മുന്നോട്ട് പോകുമ്പം ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെക്കുക. പഴയ ആൾക്കാർ നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള തെറ്റുകൾ തിരുത്താൻ വേണ്ടി ഇനി അങ്ങോട്ട് ശ്രമിക്കുക. ഓക്കെ. പിന്നെ പൊതുവേ നമുക്കൊരു ഇങ്ങനെ എന്തെങ്കിലും കയറുമ്പോൾ നമുക്കൊരു ചിന്തയാണ്. ഇപ്പൊ നമ്മൾ സ്കൂളിലൊക്കെ എങ്ങനെയാ, നമ്മൾ ഫീസ് കൊടുത്തിട്ടുണ്ടല്ലോ, ടീച്ചർ അങ്ങ് പഠിപ്പിക്കണമല്ലോ, അവർ പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ പരാതി പറയാലോ എന്നുള്ള ഒരു ചിന്തയാണ്. ഇവിടെ അങ്ങനെ ഫീസ് കൊടുത്ത് ഒരാൾ പഠിപ്പിച്ച് നമ്മൾ ഉണ്ടാതിരിക്കുന്ന സിസ്റ്റം അല്ല. ഇത് നമ്മളുടെ ഇനീഷ്യേറ്റീവാണ്, നമ്മളെ എല്ലാവരുടെ ഇനീഷ്യേറ്റീവാണ്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്ത് മനസ്സിലാക്കി മുന്നോട്ട് പോയാലേ ഇത് സക്സസ്ഫുൾ ആവുള്ളൂ. ഓക്കെ. അപ്പം റോൾ നമ്പേഴ്സിന്റെ കാര്യത്തിൽ കൂടുതൽ ഞാൻ അടുത്ത, അതായത് നെഗറ്റീവ്സിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ കറക്ഷൻസിന്റെ കാര്യത്തിൽ കൂടുതൽ സംസാരിക്കാം. അപ്പം ഇത്രയാണ് അൽഹംദുലില്ലാ നമ്മളുടെ അറ്റ്ലീസ്റ്റ് ഞാൻ ലിസ്റ്റ് ചെയ്തിട്ടുള്ള പോസിറ്റീവ്സ്. നമ്മൾ കഴിഞ്ഞ ഒരു വർഷത്തിൽ അൽഹംദുലില്ലാ കൂടെ നിന്ന് എല്ലാവർക്കും ജസാക്കുമുല്ലാഹു ഖൈറ. ഇതേപോലെ തന്നെ മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് റബ്ബ് തരട്ടെ. എല്ലാവരും കൂടെ നിൽക്കാം. ഓക്കെ. ഇൻഷാ അല്ലാഹ് അടുത്തത് നമുക്ക് നെഗറ്റീവ്സ് നോക്കാം. നെഗറ്റീവ്സിനെ കുറിച്ച് പറയുമ്പോൾ ഫസ്റ്റ് പറയാനുള്ളത് നമ്മളുടെ റമദാൻ പ്ലാൻ ആയിരുന്നു. റമദാൻ പ്ലാൻ നമുക്കൊന്ന് ഇച്ചിരി പാളി പോയിട്ടുണ്ടെന്ന് തന്നെയാണ് തോന്നുന്നത്. കാരണം ഭയങ്കരമായിട്ട് നമുക്ക് മിസ്സിംഗ് ആയിരുന്നു, വലിയൊരു ഗ്യാപ്പ് വന്നുപോയി. അത് ഒരു പക്ഷേ നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യായിരുന്നു എന്ന് തോന്നുന്നു. സുബ്ഹാനല്ലാഹ്. അതിന്റെ കൂടെ വെക്കേഷനും കൂടെ വന്നപ്പം എല്ലാവർക്കും, അതുവരെ നല്ല സ്ട്രോങ് ആയിട്ട് ഓടിക്കൊണ്ടിരുന്ന എല്ലാവരുടെ കയ്യിൽ നിന്നും സംഭവം കൈവിട്ടു പോയിട്ടുണ്ട് അല്ലേ. പിന്നെ അങ്ങോട്ട് കയറി കിട്ടാൻ ഭയങ്കര പ്രയാസമായിരുന്നു. ഇപ്പൊ ലാസ്റ്റ് എനിക്കൊന്നൊരു ഓഗസ്റ്റ് ഒക്കെ ആയപ്പോഴാണ് പഴയ ഒരു ഫോമിലേക്ക് ആൾക്കാർ എത്തി തുടങ്ങിയത് തന്നെ. സുബ്ഹാനല്ലാഹ്. അപ്പം ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത വർഷം ഇൻഷാ അല്ലാഹ് റമദാൻ പ്ലാൻ എന്നുള്ളത് നമ്മളൊന്ന് കാര്യമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടൊക്കെ, റമദാൻ പ്ലസ് വെക്കേഷൻ ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടൊക്കെ ചെയ്യും എന്നാണ് എന്ന് വിചാരിക്കുന്ന സബ് ഗ്രൂപ്പ് ലീഡേഴ്സ് ഒക്കെ ആയിട്ട്. അപ്പം ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ആ കാര്യത്തിൽ നമ്മളൊരു ചേഞ്ച് വരുത്താൻ ശ്രമിക്കും. ഇനി അടുത്തത് നമ്മളുടെ ഈ റൂൾ നമ്പറിന്റെ തന്നെ ഇഷ്യൂസ് കുറച്ചുണ്ടായിരുന്നു. റോൾ നമ്പേഴ്സിന്റെ കാര്യത്തിൽ ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞു, ചില റോൾ നമ്പർ ചേഞ്ചസ് ഉണ്ടായിരുന്നു. ഇടക്ക് വെച്ച് ഗ്രൂപ്പ് മാറിയപ്പോൾ റോൾ നമ്പർ ചേഞ്ച് വന്നത് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. റിസൾട്ടുകളിലും അത് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്, എക്സ്ട്രാ വർക്ക് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി റോൾ നമ്പർ ആരുടെയും ചേഞ്ച് ആവില്ല, നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള റോൾ നമ്പർ തന്നെ ആയിരിക്കും. ഇനി ഇൻ കേസ് എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾ ലീഡറായി മാറുക, ഗ്രൂപ്പ് മാറുക ഒക്കെ ചെയ്തു കഴിഞ്ഞാലും റോൾ നമ്പറിന് മാറ്റമൊന്നും ഉണ്ടാവില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റോൾ നമ്പർ എഴുതാത്തത് ഒരുപാട് വർക്ക് നമുക്ക് തരുന്നുണ്ട്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ഈ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് 27 എക്സാമിന്റെ റിസൾട്ടാണ്. ഈ ഓരോരുത്തരും ഏകദേശം ഒരു എല്ലാ എക്സാമും അറ്റ്ലീസ്റ്റ് ആ മെജോറിറ്റി എക്സാം അറ്റംപ്റ്റ് ചെയ്ത ഒരു 250-300 ആളുകളുണ്ട്. അപ്പൊ ഇത്രയും ആൾക്കാരുടെ 27 എക്സാമിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഏകദേശം 7000-8000 റോസിൽ നിന്നാണ് നമ്മൾ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പം അതിനകത്ത് കുറച്ച് ആൾക്കാർ റോങ് ആയിട്ടുള്ള റോൾ നമ്പർ എഴുതാതിരിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര പ്രയാസമാണ് അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ. അൽഹംദുലില്ലാ. ഷാനിബയുടെ നോട്ട്സിന്റെ കാര്യം പറയാൻ മറന്നുപോയി കേട്ടോ. മാഷാ അല്ലാ പറയാതിരിക്കാൻ വയ്യ. ഷാനിബ നമ്മളെ കൂട്ടത്തിലെ സൈലന്റ് ആയിട്ട് ആളുടെ പേര് പോലും പുറത്തു പറയാത്തൊരു സഹോദരിയാണ്. അല്ലാഹുമ്മ ബാരിക് ലഹ. ഷാനിബ എഴുതി നോട്ട്സ്, ഈവൻ ഫറയും തുടക്കത്തിൽ ഫറ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇൻഷാ അല്ലാഹ് ഇനി മുമ്പോട്ട് പോകുമ്പോൾ ഫറയുടെ നോട്ട്സ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. അള്ളാഹു അവർക്ക് എളുപ്പം കൊടുക്കട്ടെ. ഈ നോട്ട്സ് ഒരുപാട് ആളുകൾക്ക് ഹെൽപ്പായിരുന്നു. അൽഹംദുലില്ലാ. ചിലർക്ക് ക്ലാസ് കേൾക്കാതിരുന്നാൽ പോലും ഈ നോട്ട്സ് നോക്കിയിട്ട് എക്സാം എഴുതി കഴിഞ്ഞാൽ കാര്യങ്ങൾ ക്ലിയർ ആവാറുണ്ടെന്ന് പറയാറുണ്ട്. അത്രയും ക്ലിയർ ആയിട്ടുള്ള നോട്ട്സ് ആയിരുന്നു. മാഷാ അല്ലാഹ്. ജസാക്കല്ലാഹു ഖൈറ അത് പറഞ്ഞു തന്നതിന്. ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞത് റോൾ നമ്പേഴ്സിന്റെ കാര്യം. അപ്പം ഞാൻ പറഞ്ഞു, ദയവ് ചെയ്ത് ഇനി റോൾ നമ്പേഴ്സിനെ നിങ്ങൾ സില്ലിയാക്കി കാണരുത്. അത് ഒരുപാട് നമ്മളുടെ ടൈം സേവ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരാളുടെ റോൾ നമ്പർ മാത്രം ഓർത്ത് വെച്ചാൽ മതി. നിങ്ങളുടെ സബ് ഗ്രൂപ്പ് ലീഡേഴ്സ് നിങ്ങൾക്ക് റോൾ നമ്പേഴ്സ് തരും. എന്നിട്ട് ഗ്രൂപ്പിന്റെ ഡിസ്ക്രിപ്ഷനിൽ റോൾ നമ്പർ ഇട്ടിട്ടുണ്ടാവും. അവർക്ക് നിങ്ങളുടെ എല്ലാവരുടെയും റോൾ നമ്പേഴ്സ് ഓർത്ത് വെക്കാൻ പറ്റൂല. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ റോൾ നമ്പേഴ്സ് ഓർത്ത് വെക്കുക. ഓക്കെ. ഇനി നിങ്ങൾ പറയുന്ന വേറൊരു പ്രശ്നമാണ്, പ്രായമുള്ളവരാണ് റോൾ നമ്പർ ഓർത്ത് വെക്കാൻ പറ്റൂല. ശരിയാണ്. നമ്മളെ വീട്ടിൽ പ്രായമുള്ളവർക്ക് ആധാർ കാർഡ് മാറ്റണമെങ്കിൽ അവരൊറ്റക്ക് പോയിട്ടാണോ മാറ്റുന്നത്? നമ്മൾ ഹെൽപ്പ് ചെയ്യും അല്ലേ? അങ്ങനെ എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്തണമെങ്കിൽ നമ്മളല്ല അവരെ ഹെൽപ്പ് ചെയ്യുന്നത്. അതുപോലെ നിങ്ങളെ കുറച്ച് ഫാമിലി ആക്കി വെച്ചിട്ടില്ലേ ഇവിടെ അല്ലേ? ഗ്രൂപ്പിലുള്ള പ്രായമുള്ളവർ ആരൊക്കെയാന്ന് നിങ്ങൾക്ക് ഇപ്പൊ അറിയായിരിക്കുമല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഒന്ന് ഹെൽപ്പ് ചെയ്തൂടെ? അവരുടെ റോൾ നമ്പർ ഓരോ എക്സാം ആകുമ്പോഴും പറഞ്ഞു കൊടുക്കുക. ഇതിങ്ങനെ എഴുതണം കേട്ടോ, NS ക്യാപിറ്റൽ എഴുതണം കേട്ടോ എന്നൊക്കെ ഒന്ന് പറഞ്ഞൂടെ?
സുബ്ഹാനല്ലാഹ്, നമ്മളെ സ്വന്തം കാര്യം മാത്രം നോക്കാൻ അല്ലേ? ഇത് IAS എക്സാം ഒന്നും അല്ലല്ലോ, ഖുർആന് വേണ്ടിയിട്ടല്ലേ. അപ്പം എല്ലാവരും നിങ്ങളുടെ ഗ്രൂപ്പിലുള്ള ഇത് പ്രയാസമുള്ള ആളുകൾ, പ്രായമുള്ള ആൾക്കാരെ മനസ്സിലാക്കി അവർക്ക് വേണമെങ്കിൽ എല്ലാ എക്സാം എഴുതുമ്പോഴും നിങ്ങൾ പറഞ്ഞു കൊടുക്കും, അതൊരു ഇബാദത്തല്ലേ. അപ്പം റോൾ നമ്പറിന്റെ കാര്യത്തിൽ ശരിക്കും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് മുമ്പോട്ടുള്ള നടത്തിപ്പിന് അത് ഭയങ്കര ഹെൽപ്പ് ചെയ്യും. ഓക്കെ, തെറ്റായിട്ടുള്ള റോൾ നമ്പർ വന്നു കഴിഞ്ഞാൽ ഇനി എക്സാമിന് റിസൾട്ടിൽ പേര് വന്നിട്ടില്ലെങ്കിൽ ഒരു രക്ഷയില്ല. ഇതുവരെ നമ്മൾ കറക്റ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്, ഇനി അങ്ങോട്ട് ഉണ്ടാവില്ല. ഓക്കെ, പിന്നെ ഇനി മുമ്പോട്ട് പോകുമ്പോൾ ഈസി ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ആ ക്വസ്റ്റ്യനെയറിൽ, അതായത് എക്സാം ഫോമിൽ ഗ്രൂപ്പ് നമ്പറും കൂടെ ചോദിക്കും. അപ്പൊ എല്ലാവരും നിങ്ങളുടെ ഗ്രൂപ്പ് നമ്പറും റോൾ നമ്പറും അറിഞ്ഞിരിക്കും. എക്സാം എഴുതുന്നവർ കേട്ടോ, അതായത് ക്ലാസ് കേട്ട് പോകുന്നവരും റോൾ നമ്പർ ഇല്ലാതെ എക്സാം എഴുതുന്നവരും പ്രശ്നമാക്കണ്ട. അവർക്ക് ഒരു ഡിഫോൾട്ട് NS00യും G0 എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് നമ്പറും ഉണ്ടാവും. അല്ലാത്തവരൊക്കെ അവരവന്റെ ഗ്രൂപ്പ് നമ്പറും റോൾ നമ്പറും പഠിച്ചു വെക്കുക. നിങ്ങളുടെ ഗ്രൂപ്പിലുള്ള അത് ഓർത്തു വെക്കാൻ പറ്റാത്ത പ്രയാസമുള്ള പ്രായമുള്ളവരെ നിങ്ങൾ യങ്സ്റ്റേഴ്സ് ഹെൽപ്പ് ചെയ്യുക. എല്ലാ ഗ്രൂപ്പിലും പ്രായമുള്ളവരും പ്രായം കുറഞ്ഞവരും ഉണ്ടാവും. അപ്പൊ നിങ്ങൾ അത് നിങ്ങളുടെ വീട്ടിലുള്ളവരുടെ കാര്യം പോലെ ഏറ്റെടുത്ത് ഉത്തരവാദിത്തമായിട്ട് ചെയ്യുക. ഇതൊക്കെ പറയുമ്പോൾ ഒരുപാട് സമയമെടുക്കുന്ന കാര്യമൊന്നുമില്ല, ചിലപ്പം 1 മിനിറ്റ് ഇതിന് ആവശ്യം ഉണ്ടാവുള്ളൂ അല്ലെ. ആ 1 മിനിറ്റ് ഒരു ഇബാദത്താണ്. അപ്പൊ അത് അങ്ങനെ കരുതിയിട്ട് ചെയ്യാം. ഇനി ഇൻഷാ അല്ലാഹ് നമ്മൾ മുമ്പത്തെ പോലെ തന്നെ മന്ത്ലി റിസൾട്ട് ഉണ്ടാവും, 3-4 എക്സാമിന്റെ റിസൾട്ട് ഒന്നിച്ചുണ്ടാവും. പിന്നെ ഇൻഷാ അല്ലാഹ് ജുസു റിസൾട്ട് ഉണ്ടാവും. ഈ ജുസു റിസൾട്ട് എന്ന് പറയുമ്പോൾ ആരും പേടിക്കേണ്ട, ജുസു 1ൻ്റെത് കൂട്ടുമെന്ന് ഇല്ല. ഇൻഷാ അല്ലാഹ് ഇനി അങ്ങോട്ട് ജുസു 2 നമ്മൾ ഫ്രഷ് ആയിട്ടായിരിക്കും റിസൾട്ട് എടുക്കുന്നത്. അള്ളാന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ ഇതുപോലൊരു മീറ്റപ്പിലോ ഇനി അല്ലാതെ ഏത് രീതിയിലാണോ അന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് തരുന്നത്, എങ്ങനെയാണോ അത് അള്ളാഹ് പ്ലാൻ ചെയ്യുന്നത്, അതുപോലെ നമുക്ക് ജുസു 2ന്റെ റിസൾട്ട്സ്, ജുസു 2ന്റെ മാത്രം റിസൾട്ട്സ് ഫ്രഷ് ആയിട്ടുണ്ടാവും. അപ്പൊ എല്ലാവരും ഇവിടെ നിന്ന് അങ്ങോട്ട് അത് ഒരു മത്സരം പോലെ, അതായത് നമ്മൾ എക്സാമിന് വേണ്ടിയിട്ടോ പ്രൈസിന് വേണ്ടിയിട്ടോ ഒന്നുമല്ല, പക്ഷേ അൽഹംദുലില്ലാഹ് നമ്മൾ മനുഷ്യന്മാരാണ് അല്ലെ, എപ്പോഴും നമുക്കൊരു റിവാർഡിംഗ് സിസ്റ്റം ഉണ്ടെന്ന് കാണുമ്പോഴാണ് നമുക്ക് അതിലേക്ക് അടുക്കാൻ തോന്നുന്നത്. അത് തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെയും എന്താണ് ടെക്നിക്ക് അല്ലെ. അള്ളാഹ് ജന്ന എന്ന് പറയുന്ന ഒരു റിവാർഡ് അവിടെ വെച്ചത് കൊണ്ടാണ് നമ്മൾ ഇതിനു വേണ്ടി എഫേർട്ട് എടുക്കുന്നത്. അതുപോലെ ദുനിയാവിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടെന്ന് തോന്നുമ്പോഴേ നമ്മൾ ഓരോന്നിന്റെ പിന്നാലെ ഓടുള്ളൂ. അപ്പം ഇതിന്റെ നമ്മുടെ അൾട്ടിമേറ്റ് ലക്ഷ്യം ജന്ന ആവുമ്പോൾ ഇവിടെ നമ്മൾ എന്താ പ്രൈസ് വിചാരിച്ചിട്ടാണെങ്കിലും ഓടുന്നതിൽ തെറ്റില്ല, പക്ഷെ എപ്പോഴും നീയത്ത് നിങ്ങൾ നന്നാക്കുക. ഓക്കെ, അപ്പം എല്ലാവരും ഇനി അങ്ങോട്ടുള്ള എക്സാമുകൾ കറക്റ്റ് ആയിട്ടും മിസ്സാക്കാതെ എഴുതാൻ നോക്കുക. ഒരൊറ്റ കാര്യം മിസ്സായത് എന്താന്ന് വെച്ചാല്, നമ്മള് എക്സാമിന്റെ കാര്യം ഇല്ല, അത് ഞാൻ വരുന്നേ ഉള്ളൂ, ഇൻഷാ അല്ലാഹ് അതിന്റെ കൂടെ പറയാം. അപ്പം അത്രയാണ് റോൾ നമ്പേഴ്സിന്റെ കാര്യം. ഇനി അടുത്തത്, ഇപ്പം ഈ പ്രോഗ്രാമിന് കൊടുത്ത പ്രൈസസിന്റെ കാര്യത്തിൽ കുറച്ച് കൺസേൺസ് ഉണ്ടായിരുന്നു. ചിലർക്ക് പ്രൈസ് മിസ്സായി, ചില കാറ്റഗറി, അതായത് ഒരു സജഷൻ വന്നത് പ്രായമുള്ളവരെ പ്രത്യേകം കൺസിഡർ ചെയ്യണം, അവര് സ്പെഷ്യൽ എഫേർട്ട് എടുത്ത്. സുബ്ഹാനല്ലാഹ്, അത് പറയാതിരിക്കാൻ വയ്യ കേട്ടോ. ഒരുപാട് പ്രായമുള്ളവർ നമ്മുടെ ഗ്രൂപ്പിൽ, 60 വയസ്സിന് മേലെയുള്ളവരൊക്കെ സ്ഥിരമായിട്ട് എക്സാം എഴുതുന്നവരും നല്ല രീതിയിൽ സ്കോർ ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അവരെ ഒരു വേറെ തന്നെ കാറ്റഗറി ആയിട്ട് കൺസിഡർ ചെയ്യണമെന്ന് ഉള്ളൊരു സജഷൻ വന്നിട്ടുണ്ട്. നല്ലൊരു സജഷനാണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ മുന്നോട്ട് പോകുമ്പം ലീഡേഴ്സ് എല്ലാം കൂടെ ഡിസ്കസ് ചെയ്ത് പ്രൈസിന്റെ കാറ്റഗറീസ് ഒക്കെ ഫൈനലൈസ് ചെയ്യും. ഇൻഷാ അല്ലാഹ്. പിന്നെ അല്ലാതെ പ്രൈസ് മിസ്സായി എന്ന് പറഞ്ഞ പല കൺസേൺസും മോസ്റ്റ്ലി എല്ലാം അഡ്രസ് ചെയ്തിട്ടുണ്ട്. അത് എല്ലാവരും ഒന്നെങ്കിൽ 1, 2, 3 ഒക്കെ എക്സാം മിസ്സായവരാണ്. നമ്മൾ എക്സാം ഒട്ടും ആവാത്തവർക്ക് മാത്രമേ പ്രാവശ്യം കൊടുത്തിട്ടുള്ളൂ. കാരണം ഇപ്പോഴും നമുക്ക് ഒരു മാതൃക വേണമല്ലോ അല്ലെ മുന്നിൽ. അപ്പം അങ്ങനെയുള്ളവർക്കേ കൊടുത്തിട്ടുള്ളൂ. പക്ഷേ ഈ കൺസേണിൽ ഒരു ജെന്യുവൻ കേസ് ഉണ്ടായിരുന്നു. ഗ്രൂപ്പ് 3യിൽ നിന്ന് ജസീറയുടേത് ശരിക്കും മിസ്സായതാണ്, റോൾ നമ്പർ ചേഞ്ച് ചെയ്തതിന്റെ പേരിൽ. അതുകൊണ്ട് ജസീറക്ക് ഇൻഷാ അല്ലാഹ് ഗിഫ്റ്റ് കൊടുക്കും. ആ ഒരു പേര് മാത്രം അന്ന് അനൗൺസ് ചെയ്യാൻ മിസ്സായിരുന്നു. ഇൻഷാ അല്ലാഹ് ഗ്രൂപ്പിൽ ഫൈനൽ റിസൾട്ട്സും പോസ്റ്റ് ചെയ്യും. ഓക്കെ, ഈ ഒരു കാര്യം പറയുമ്പോൾ, പ്രൈസസിന്റെ കാര്യം പറയുമ്പോൾ ഒരു കുഞ്ഞു ലെസൺ. ഓക്കെ, എങ്ങനെയാണ് നമ്മൾ ഇതിനെ എടുക്കേണ്ടത്, ഈ ഒരു പ്രൈസ് ഡിസ്ട്രിബ്യൂഷന്റെ കാര്യത്തിന് എങ്ങനെയാണ് എടുക്കേണ്ടത്, അത് 3 ആംഗിളിൽ നിന്ന് പറയാം. ഒന്ന്, പ്രൈസ് കൊടുത്ത ആളുകൾ അല്ലെ, നമ്മൾ ഈ ഒരു ഗ്രൂപ്പിന് ഉറുസൊത്തിരി മിഷ്കാത്ത് എങ്ങനെ വേണമെങ്കിലും കൺസിഡർ ചെയ്യാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഇബാദത്താണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അടുത്ത് നിന്ന് പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ഇബാദത്ത് മാത്രം. അതായത് ദീനിന്റെ മാർഗത്തിൽ, എൽമിന്റെ മാർഗത്തിൽ ഒരുപാട് എഫേർട്ട് എടുത്ത് അതിനകത്ത് കൺസിസ്റ്റന്റ് ആയിട്ട് നിന്ന ആളുകളെ സപ്പോർട്ട് ചെയ്യാനും എൻകറേജ് ചെയ്യാനും വേണ്ടി നമ്മൾ ചെയ്ത ഒരു ഇബാദത്ത് മാത്രമാണ്. അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ ഒരുപാട് കൺസേൺസും കംപ്ലയിൻസും ഒക്കെ വരുമ്പം അൽഹംദുലില്ലാ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു ആഡഡ് അഡ്വാൻറ്റേജ്, ഒരു ചാൻസും കൂടെയാണ്. എന്തിനാണ് ഇത് ഉപയോഗിച്ച് ഒരു സ്റ്റെപ്പും കൂടെ
ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, കൺസേൺസ് റേസ് ചെയ്യുന്നവരെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അവർക്ക് ഭംഗിയായിട്ട് കാരണം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടി, അവരോട് ക്ഷമ കാണിക്കാൻ വേണ്ടിയിട്ട്, ഓക്കെ, അതുവഴി എഹ്സാൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം മാത്രമാണ് എന്ത് പ്രൈസ് കൊടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം. ഇനി പ്രൈസ് കിട്ടിയവരെ സംബന്ധിച്ചിടത്തോളം സത്യം പറയുകയാണെങ്കിൽ അവർ പേടിക്കണം, അല്ലേ? റബ്ബേ, എന്റെ നീയത്ത് മാറിപ്പോയോ, ഞാൻ ഇതിനു വേണ്ടി ആയിരുന്നോ പഠിച്ചത്, സുബ്ഹാനല്ലാഹ്. പക്ഷേ അതിലും നമുക്ക് എന്താ ഒരു ആശ്വാസമുണ്ട്, എന്ത് നമ്മളിത് വാങ്ങുന്നത് വഴി വേറൊരുപാട് ആൾക്കാർക്ക് ഗുണം കിട്ടുന്നുണ്ട്, അല്ലേ? അതായത് പ്രൈസ് കൊടുക്കുന്നവർക്ക് ഒരു ഇബാദത്ത് ചെയ്യാനുള്ള അവസരമാണ്. നമുക്ക് ആരെങ്കിലും ഒരു സാധനം തരുമ്പം ആ സാധനം നമുക്ക് വേണ്ടെങ്കിൽ പോലും, നമുക്ക് ആവശ്യമില്ലാത്തൊരു സാധനമാണെങ്കിൽ പോലും അവർ ചെയ്യുന്ന ഒരു ഇബാദത്താണ് അത്, അല്ലേ? അവരുടെ ഇബാദത്തിനെ ഇബാദത്തായി കൺസിഡർ ചെയ്ത് നമ്മൾ അതിനെ സ്വീകരിക്കുമ്പോൾ നമ്മൾ അവർക്കൊരു ചാൻസ് കൊടുത്ത് നമ്മൾ അതിനെ ആ രീതിയിൽ കാണുമ്പോൾ നമുക്കും അതൊരു ഇബാദത്തായി. അപ്പം പ്രൈസ് കിട്ടിയവർ അതിനെ പ്രൈസ് തന്നവർക്ക് ഉള്ള ഒരു ഇബാദത്തിനുള്ള ഒരു അവസരമായിട്ട് കൊടുക്കുക. അതേപോലെ പ്രൈസ് കിട്ടാത്തവർക്കുള്ള ഒരു മോട്ടിവേഷൻ ആയിരുന്നു ഞാൻ. അൽഹംദുലില്ലാ, എനിക്ക് അങ്ങനെ ആവാൻ പറ്റിയല്ലോ, അല്ലേ? കാരണം പ്രൈസ് മിസ്സായവർക്ക് കിട്ടിയില്ലല്ലോ എന്ന് പറയുമ്പോൾ ഞാൻ അവർക്കൊരു മോട്ടിവേഷൻ ആയിട്ടുണ്ട്. അവർക്കും എന്താണ് അതുവഴി നമുക്കൊരു ഇബാദത്താക്കി മാറ്റാൻ പറ്റും. അപ്പൊ പ്രൈസ് കിട്ടിയവർ അതിനെ അങ്ങനെ എടുക്കുക. അല്ലാതെ ഇത് ഞാൻ ഒരുപാട് എഫേർട്ട് എടുത്തതിന് എനിക്ക് കിട്ടിയതാണ്, ഞാൻ ഇത് അർഹിക്കുന്നുണ്ടായിരുന്നു എന്നൊന്നും ചിന്തിക്കേണ്ട, അല്ലെ? നമുക്ക് രണ്ട് രീതിയിൽ ഇബാദത്ത് ചെയ്യാൻ ഒരു അവസരം. ഒന്ന്, പ്രൈസ് തന്നവർക്ക് ഇബാദത്ത് ചെയ്യാൻ നമ്മളൊരു കാരണമായി, പ്രൈസ് കിട്ടാത്തവർക്ക് മോട്ടിവേഷൻ ആവാൻ നമ്മളൊരു കാരണമായി. അൽഹംദുലില്ലാ, അങ്ങനെ എടുക്കാൻ പഠിക്കുക. എല്ലാത്തിനെയും ഇബാദത്താക്കി എടുക്കാൻ പറ്റുക. മെറ്റീരിയലിസ്റ്റിക് ചിന്തകളും എല്ലാം അങ്ങോട്ട് മാറ്റിവെക്കുക എല്ലാവരും. ഇനി പ്രൈസ് മിസ്സായവരുടെ കാര്യം, ശരിയാണ്, ജെന്യുവൻ ആയിട്ട് മിസ്സായതൊരു കൺസേൺ തന്നെയാണ്, അത് നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. പക്ഷേ മിസ്സാവുമ്പോൾ നമ്മൾ മനസ്സിൽ കരുതേണ്ടത് എന്താണ്, ഇത് ഒന്നും കൂടെ നന്നായി ഓടാനുള്ള ഒരു മോട്ടിവേഷനാണ്, അല്ലേ? നമ്മൾ പൊതുവെ നമ്മളെ മനുഷ്യന്മാരുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, പ്രത്യേകിച്ച് ആഖിറത്തിന്റെ കാര്യം വരുമ്പോൾ എനിക്ക് എന്തെങ്കിലും കിട്ടിയാൽ മതി, ജന്നത്തുൽ ഫിർദൗസ് എന്നൊക്കെ ദുആ ചെയ്യുന്നുണ്ടെങ്കിലും സ്വർഗത്തിന്റെ ഒരു ഡോറിലെങ്കിലും എത്തിയാൽ മതി എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ്. അതായത് ഏറ്റവും കുറച്ച് അതെങ്കിലും എനിക്ക്, ഞാൻ ഈ ചെയ്ത ഇബാദത്തിന് എനിക്ക് അതെങ്കിലും കിട്ടിയാൽ മതി, പോരാ. നമുക്ക് ഏറ്റവും ബെസ്റ്റ് തന്നെ വേണം, ഏറ്റവും ബെസ്റ്റിന് തന്നെ ആഗ്രഹിക്കണം, ഏറ്റവും ബെസ്റ്റിന് തന്നെ എഫേർട്ട് ഇടണം. എന്തൊരു കാര്യവും നമ്മൾ ചേഞ്ച് ആക്കി നമ്മൾ ചെയ്യാൻ തുടങ്ങി എന്ന് നമ്മൾ വിചാരിക്കുമ്പോഴും അതിന് ഒരു അടുത്ത ലെവലുണ്ട്, അതിന് കൂടുതൽ ഭംഗിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ മനസ്സിലാക്കുക. എപ്പോഴും നമ്മൾ ഏറ്റവും ബെസ്റ്റിന് വേണ്ടിയിട്ട് ഓടുക. അതുകൊണ്ട് നമ്മളെ മുമ്പിലുള്ള ഏറ്റവും ബെസ്റ്റ് മാതൃകകളെ നമ്മൾ കാണുക. എപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിരിക്കട്ടെ മാതൃക, നിങ്ങളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സോ, അല്ലേ, അങ്ങനെയുള്ളവരൊന്നും അല്ലാണ്ട് ഏറ്റവും ബെസ്റ്റ് മാതൃകയുടെ പിന്നാലെ ഓടാൻ നോക്കുക. അപ്പം പ്രൈസ് മിസ്സായിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താക്കുക, അല്ലോ ഞാൻ എടുത്ത എഫേർട്ടിന് എനിക്ക് കിട്ടിയില്ലല്ലോ എന്ന് വിചാരിക്കാതെ, ഇത് പോരാ, അല്ലെ, എനിക്ക് ഇനിയും അവരെ പോലെ അല്ലെങ്കിൽ അവരെക്കാളും മേലെ, ഇപ്പൊ ടോപ്പറായ ഒരാൾക്കും ഒരു മാർക്ക് മിസ്സായിട്ടുണ്ട്, അപ്പൊ ഒരു മാർക്കും മിസ്സാവാതെ അടുത്ത പ്രാവശ്യം എനിക്ക് പ്രൈസ് വാങ്ങണം എന്ന് വിചാരിക്കുക. അല്ലാണ്ട് അതോ എനിക്കിത് കിട്ടിയില്ലല്ലോ, ഞാൻ ഇത്രയൊക്കെ ചെയ്തല്ലോ എന്ന് വിചാരിക്കുമ്പം നമുക്ക് ആഹ്റത്തിലേക്കും ഒരുപാട് വർക്ക് ചെയ്യാനുള്ള ആ ഒരു ചിന്ത ഇല്ലാത്ത ആൾക്കാരായി പോവാണ് നമ്മൾ. ഓക്കെ, അപ്പൊ നമുക്കിത് പോരാ, നമുക്ക് ആർക്കും ഇത് പോരാ. ഈവൻ ഈ ഒരു കോഴ്സ് ചെയ്യുമ്പോൾ പോലും നമ്മൾ മനസ്സിലാക്കുക, എന്താണ്, ഈ കോഴ്സ് ചെയ്യുമ്പോൾ പോലും നിങ്ങൾ മനസ്സിലാക്കുക, നമ്മളിത് ഒരു സ്റ്റെപ്പ് എടുത്തിട്ടുള്ളൂ, നമ്മളിപ്പോഴും കടൽ തീരത്താണ്, കടലിലേക്ക് ഇനി ഇറങ്ങാനുണ്ട്, ഒരുപാട് എഫേർട്ട് നമുക്ക് എടുക്കാനുണ്ട്. ആ ഒരു കാര്യം മനസ്സിലാക്കുക. ഒരുപാട് നമുക്ക് മുന്നോട്ട് ഓടാനുണ്ട്. നമ്മൾ ഏറ്റവും ടോപ്പ് ആയാലേ അടങ്ങുള്ളൂ, അങ്ങനെ നമ്മൾ മരിക്കുന്നുള്ളൂ. ഓക്കെ, ആ രീതിയിൽ മോട്ടിവേഷൻ എടുക്കുക. അല്ലാണ്ട് കുറച്ചൊക്കെ ഞാൻ ചെയ്തിരുന്നിട്ട് എനിക്ക് കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുന്നത് ഇബ്ലീസിന്റെ ഇൻഗ്രീഡിയൻ്റ് ആണ്. കാരണം നമ്മൾ നിരാശപ്പെട്ടിരിക്കുമ്പോൾ നമുക്ക് മുന്നോട്ട് പോകാനുള്ള, ചിന്തിക്കാനുള്ള സമയം പോലും കിട്ടൂല. നമ്മളുടെ എല്ലാ പ്രൊഡക്ടിവിറ്റിയും ആ ചിന്ത അങ്ങ് കൺസ്യൂം ചെയ്യും, നമ്മുടെ സങ്കടം അതങ്ങ് കൺസ്യൂം ചെയ്യും. പകരം എനിക്കിതൊന്നും പോരാ, ഞാൻ ഓടണം തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓടാൻ ഇഷ്ടം പോലെ കാരണങ്ങൾ ഉണ്ടാവും. അപ്പം കൂടുതൽ ഫാസ്റ്റ് ആയിട്ട് എല്ലാവരും ഓടുക. ഈ പ്രാവശ്യം ഒരു മാർക്ക് മിസ്സായതാണ് ഫസ്റ്റ് എങ്കിൽ അടുത്ത പ്രാവശ്യം ഫുൾ മാർക്ക് ഒരുപാട് ആൾക്കാർക്ക് വേണം. ഓക്കെ, ഇൻഷാ അല്ലാഹ്. പിന്നെ അതേ സമയം നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് പ്രൈസ് തന്നവരെല്ലാവരും ഇബാദത്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു, അല്ലെ? അവരെല്ലാവരും അബദുകളാണ്. അവരാരും അള്ളാഹു സുബ്ഹാനഹു വ തആല അല്ല, അവരാരും മാസ്റ്റേഴ്സ് അല്ല, അവരൊക്കെ അബദുകളാണ്. നമ്മൾ ഓരോരുത്തരും നമ്മളുടെ ഇബാദത്തിൽ എത്രത്തോളം പെർഫെക്റ്റാ? 100% പെർഫെക്റ്റ് ആണ്. എപ്പോഴും നമ്മുടെ എല്ലാ വക്ത നമസ്കാരങ്ങളും, എല്ലാ നോമ്പുകളും, അല്ലെ, നമ്മുടെ എല്ലാ ദിക്റുകളും നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് 100% നീതി കൊടുക്കുന്നവരാണ്. നമ്മൾ അള്ളാഹുവിനെ 100% സാറ്റിസ്ഫൈ ചെയ്യുന്നവരാണ്.
ഒരിക്കലും ഇല്ല അല്ലെ. അള്ളാഹ്ക്ക് മാത്രമേ 100% ആവാൻ പറ്റുള്ളൂ. അപ്പം അതുപോലെ നമ്മളെല്ലാവരും ഈ പ്രൈസ് തന്ന ഓരോരുത്തരും അബദ്ധകളാണ്, നമ്മൾ മനുഷ്യന്മാരാണ്, നമ്മളെ കൊണ്ട് കഴിയുന്നതിന്റെ ബെസ്റ്റാ നമ്മൾ ചെയ്തത്. ഓക്കെ, അപ്പം അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. പരാതി പറയരുത് എന്നല്ല, ചിലപ്പം ഇങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ജസീറ തന്നെ കാര്യം കണ്ടുപിടിക്കാൻ പറ്റിയത്. എന്നാൽ പോലും അവിടെയും റോൾ നമ്പർ പ്രശ്നം തന്നെ ആയിരുന്നു കേട്ടോ. റോൾ നമ്പർ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾ തെറ്റിച്ചു കഴിഞ്ഞാൽ. അതുകൊണ്ട് അത് ഇനിയും പറയാനൊന്നും നിൽക്കൂല. ഇനി വന്നു കഴിഞ്ഞാൽ ഇല്ല, നിങ്ങൾ റിസൾട്ടിലില്ല, അത്രയേ ഉള്ളൂ. ഓക്കെ, ഇൻഷാ അല്ലാ. അപ്പം അത്രയാണ് നമ്മുടെ പോസിറ്റീവ്സ് നെഗറ്റീവ്സ്. ഇനി അനൗൺസ്മെന്റ്സിലേക്ക് പോവാം. അനൗൺസ്മെന്റ്സ് എന്ന് പറയുന്നത്, ഒന്ന് നമ്മുടെ എക്സാം ലിങ്കിന്റെ കാര്യം ഒരു ചെറിയ ചേഞ്ച് നമ്മൾ വരുത്തുന്നുണ്ട് ഇൻഷാ അല്ലാ. ഇതുവരെ നമ്മൾ മൺഡേ രാവിലെ സ്റ്റാർട്ട് ചെയ്ത് ട്യൂസ്ഡേ രാവിലെ 6 മണിക്ക് ക്ലോസ് ചെയ്യും. അത് കഴിയുമ്പോൾ നസീറ ആണ് നമ്മുടെ എക്സാം കോർഡിനേറ്റർ. മാഷാ അല്ലാ, അല്ലാഹു മബാരിക് ലഹ. നസീറ അത് വേറൊരു സമയത്ത് നിങ്ങൾക്ക് ക്ലോസ് ചെയ്ത് തരും. ചിലർ റീസൺസ് പറഞ്ഞു വരുമ്പം ഭയങ്കര ജെന്യുവൻ ആകുമ്പോൾ നസീറ വീണ്ടും ക്ലോസ് ചെയ്ത് തരും, ഓപ്പൺ ചെയ്ത് തരും. അങ്ങനെ പോയതായിരുന്നു. നമ്മൾ അവരുടെ സമയത്തിനെയും മാനിക്കുകയാണ്. ട്യൂസ്ഡേ മോർണിംഗ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഉള്ളവരെ എന്തായാലും റിസൾട്ടിൽ പരിഗണിക്കുള്ളൂ. പക്ഷേ അതിനുശേഷം ഉള്ളവർക്കും എക്സാം എഴുതാം. ഒരു കോമൺ ലിങ്ക് ഉണ്ടാവും. അതായത് ട്യൂസ്ഡേ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കോമൺ ലിങ്ക് സബ് ഗ്രൂപ്പുകളിൽ തരും. പ്ലസ് അത് യൂട്യൂബിൽ ഡിസ്ക്രിപ്ഷനിലും ഉണ്ടാവും. ആ ഒരു അന്നത്തെ ക്ലാസ്സിന്റെ അടിയിലുള്ള ഡിസ്ക്രിപ്ഷനിലും അത് ഉണ്ടാവും. നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്ത് എപ്പോൾ വേണമെങ്കിലും എക്സാം എടുക്കാം. ആരെയും കോണ്ടാക്ട് ചെയ്ത് ആരുടെയും പിന്നാലെ നടക്കൊന്നും വേണ്ട. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എക്സാം എഴുതാം. പക്ഷേ നിങ്ങൾ അത് സ്ഥിരമാക്കി കഴിഞ്ഞാൽ മെല്ലെ 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 ഇവലീസ് നിങ്ങൾ അതിൽ നിന്നും പിന്നോട്ട് വലിക്കും. പിന്നെ നിങ്ങൾക്ക് അത് എക്സാം എഴുത്തേ ഇല്ലാണ്ടായി പോകും. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ ഈ ഒരു സമയത്തിന് ഉള്ളിൽ തന്നെ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇങ്ങനെ ഇത് കുറച്ചൊന്ന് സ്ട്രിക്റ്റ് ആക്കുന്നത് കൊണ്ട് തന്നെ ഇനി മുതൽ എക്സാംസ് സൺഡേ രാത്രി ഏകദേശം 9 മണിയോ 10 മണിയോ, അത് കറക്റ്റ് ഞാൻ പറയാം ഇൻഷാ അല്ലാ. സൺഡേ രാത്രി എക്സാമിന്റെ ലിങ്ക് ഓപ്പൺ ആവും. അപ്പൊ സൺഡേ രാത്രി മുതൽ മൺഡേ ഡേ ടൈം ഫുള്ള്, ട്യൂസ്ഡേ രാത്രി, ട്യൂസ്ഡേ മോർണിംഗ് 6 മണിക്ക് എക്സാമിന്റെ ലിങ്ക് ക്ലോസ് ആവുള്ളൂ. ഏകദേശം 36 മണിക്കൂറോളം നിങ്ങൾക്ക് കിട്ടും. 2 നൈറ്റ് ഫുള്ള് കിട്ടും. എനിക്കറിയാം സ്ത്രീകളാണ്, പകൽ ഒരുപാട് പണികൾ ഉണ്ടാവും. 2 രാത്രി കിട്ടിയിട്ടും ചൊവ്വാഴ്ച രാവിലെ 6 മണിക്ക് അല്ലോ ഞാൻ എക്സാം എഴുതുമ്പോൾ ലിങ്ക് ക്ലോസ് ആയി എന്ന് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഓപ്ഷൻ ഒന്നുമില്ല. നിങ്ങൾ കോമൺ ലിങ്കിൽ എക്സാം എഴുതി നിങ്ങൾക്ക് തൽക്കാലം സംതൃപ്തി അടയാം. അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പം ഈ ഒരു ചേഞ്ച് എല്ലാവരും മനസ്സിൽ വെക്കുക. എക്സാം ലിങ്ക് ക്ലോസ് ആക്കി കഴിഞ്ഞാൽ പിന്നെ കോമൺ ലിങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എക്സാം എഴുതാം. റിസൾട്ടിൽ നിന്ന് നിങ്ങൾ മിസ്സാവുകയും ചെയ്യും. ഓക്കെ, പിന്നെ അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മൾ കഴിഞ്ഞ ദിവസം ഇൽം ടു അമലിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. മെയിൻ ഗ്രൂപ്പുകളിലൊക്കെ ഒരു പോസ്റ്റ് ഇൻഷാല്ല ഇന്ന് സർക്കുലേറ്റ് ചെയ്യും. ആ പോസ്റ്റ് എല്ലാവരും ശരിക്കും വായിക്കുക. ഇൽം ടു അമലിനെ കുറിച്ചാണ്. സബ് ഗ്രൂപ്പുകളിൽ അത് ഇന്നലെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇൻഷാല്ല നാളെ ഒരു ലൈവ് ഡെമോ ഉണ്ടാവും. എങ്ങനെയാണ് നമ്മൾ ഇൽം ടു അമൽ ജേർണൽ, നമ്മളൊരു ബുക്ക് അല്ലെ, എല്ലാവർക്കും ഒരു നോട്ട്ബുക്ക് അന്ന് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. കിട്ടാത്തവർക്ക് എത്തിക്കാനുള്ള മാർഗത്തിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. അപ്പം എങ്ങനെയാണ് അത് ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നാളെ ഒരു ഡെമോ ഉണ്ടാവും. ഇൻഷാല്ല ഇതേപോലെ നമുക്ക് നാളെ ഒരു ലൈവ് ഉണ്ടാവും, റെക്കോർഡിംഗ് ഉണ്ടാവും. മിസ്സായവർക്ക് റെക്കോർഡിംഗ് കാണാം. ഓക്കെ, അപ്പം ജോയിനിങ് ലിങ്ക് അതിനുശേഷം മെയിൻ ഗ്രൂപ്പുകളിൽ ഇടും. എന്നിട്ട് ആ പോസ്റ്റ് ശരിക്കും വായിച്ചിട്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ മാത്രം ഇൽം ടു അമലിന്റെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങൾ തഫ്സീറിന്റെ മെയിൻ ഗ്രൂപ്പിൽ തന്നെ നിന്ന് നമുക്ക് തഫ്സീറുകൾ ഇതുവരെ നടന്ന പോലെ, ജുസു 1 നടന്ന പോലെ ജുസു 2 ക്ലാസ് ഒക്കെ കേട്ട് എക്സാം ഒക്കെ എഴുതി മുന്നോട്ട് പോവാം. ഇൽം ടു അമലിന്റെ ആ ഒരു പോസ്റ്റിൽ നിങ്ങൾക്ക് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം അതിനകത്ത് ജോയിൻ ചെയ്യുന്ന കാര്യം ആലോചിക്കുക. നാളെ ജോയിനിങ് ലിങ്ക് തരും. ഇനി പുതിയതായിട്ട് ജോയിൻ ചെയ്തവര്, ലേറ്റ് ആയിട്ട് ജോയിൻ ചെയ്തവര്, അതായത് ജുസു 1 കറക്റ്റ് ആയിട്ട് കിട്ടാത്തവർക്കും ഇതിനകത്ത് ജോയിൻ ചെയ്യാം. കാരണം ഇത് നമ്മൾ ജുസു 1ന്റെ റിവിഷൻ ആണ് ചെയ്യാൻ പോണത്. ആക്ച്വലി വേറൊരു ഫോമാറ്റിലാണെന്ന് മാത്രം. അതുകൊണ്ട് ജുസു 1 മിസ്സായവർക്ക് ശരിക്കും ഇത് ഹെൽപ്പ് ആവും. പക്ഷെ ഇത് ഡീറ്റെയിൽഡ് സ്റ്റഡി ആയിരിക്കില്ല. നമ്മൾ മുമ്പ് ചെയ്ത പോലെ എക്സാം ഒക്കെ എഴുതി അങ്ങനെയുള്ള സ്റ്റഡി ആവില്ല. നമ്മൾ അമലിലേക്ക് കൊണ്ടുവരാനുള്ള രീതിയിലുള്ള ഒരു പഠനമായിരിക്കും. ഓക്കെ, അപ്പം ജുസു 1 മിസ്സായവർക്കും ലേറ്റായി ജോയിൻ ചെയ്തവർക്കും ഒക്കെ ചെയ്യാം. പക്ഷെ ഡീറ്റെയിൽ സ്റ്റഡി ആയിരിക്കില്ല എന്ന് മനസ്സിലാക്കാം. ഇനി ഇതിന്റെ ഇൽം ടു അമലിന്റെ ജേർണൽ, ആ ബുക്ക് നോട്ട്ബുക്ക് കിട്ടാനുള്ളവർ വേണ്ടവർക്ക് ഹസി കണ്ണൂരിൽ എത്തിച്ചു കഴിഞ്ഞാൽ ഹസീന്റെ കയ്യിൽ ഉണ്ടാവും. ഹസി എത്തിച്ചു തരേ, നിങ്ങൾ ഹസീന്റെ അടുത്ത് നിന്ന് കളക്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്ന പോലെ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇൻഷാല്ല. കോഴിക്കോടുള്ളവർക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. ഇനി വേറെ ഏതെങ്കിലും ഡിസ്ട്രിക്റ്റിലുള്ളവർക്ക് ഓക്കെ ഞങ്ങൾ ഇവിടെ വെച്ചിട്ട് വേണ്ടവർക്ക് കൊടുത്തോളാം എന്ന് പറയുന്നുണ്ടെങ്കിൽ, പറ്റുന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ഇൻഷാല്ല നമുക്ക് അതിന് വേണ്ട അറേഞ്ച്മെന്റ്സ് ചെയ്യാം. ഇനി കൊറിയർ ആയിട്ട് വേണ്ടവർക്ക് കൊറിയർ ചെയ്യാം.
PDF വേണമെന്നുണ്ടെങ്കിൽ PDF ചെയ്യാം, PDF തരാം, നിങ്ങൾക്ക് അത് പ്രിന്റ് എടുത്ത് എഴുതാം. പക്ഷെ PDF എടുക്കുമ്പോൾ കുറച്ച് കോസ്റ്റ്ലി ആയിരിക്കും, കാരണം ഒരു ബുക്കിന്റെ പൈസ തന്നെ നിങ്ങൾക്ക് ഒരൊറ്റ സെറ്റ് പ്രിന്റ് എടുക്കുമ്പോഴേക്കും ആവും. അപ്പം നിങ്ങളെ ഇഷ്ടം എങ്ങനെ അത് ചെയ്യണം എന്നുള്ളത്. കളക്ട് ചെയ്യണമെങ്കിൽ കളക്ട് ചെയ്യാം, കൊറിയർ ചെയ്യണമെങ്കിൽ കൊറിയർ ചെയ്യാം. ഇനി ഇതിനെന്തെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, നിങ്ങൾക്ക് അത് വാങ്ങാൻ പറ്റൂല എന്നുണ്ടെങ്കിൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് തന്നെ ചെയ്യാം, ജസ്റ്റ് ഷിപ്പിംഗ് ചാർജോ അങ്ങനെ എന്തെങ്കിലും. ഇനി കളക്ട് ചെയ്യുന്നവരാണെങ്കിൽ പൈസ ഒന്നും കൊടുക്കാതെ നിങ്ങൾക്ക് നിങ്ങളുടെ ജില്ലയിൽ നിന്ന് കളക്ട് ചെയ്യുകയും ചെയ്യാം, സാമ്പത്തികമായിട്ട് ഇത് വാങ്ങാനുള്ള ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പം ഈ ഒരു ജേർണലിന്റെ ആവശ്യക്കാരെ അറിയാൻ വേണ്ടിയിട്ട് ഒരു ഫോമും ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ച് നിങ്ങളെ കോൺടാക്ട് ചെയ്തിട്ട് അത് എത്തിച്ചു തരാം. പിന്നെ ഇൽം ടു അമൽ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീക്ക് മുതലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്നും നാളെ നമുക്ക് ഈ ലൈവാണ്. നാളെ ഇൽം ടു അമലിന്റെ ലൈവ്, ഇന്നത്തത് ഇത്. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത ആഴ്ച മുതലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് ഇൻഷാ അല്ലാഹ് നാളത്തെ ലൈവിൽ പറയാം. ഇനി അടുത്ത കാര്യം, ജുസ് 2ന്റെ സ്റ്റാർട്ടിങ്ങിനെ കുറിച്ചുള്ള ഓക്കെ. ജുസ് 2 നമ്മൾ പെട്ടെന്നല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഇൽം ടു അമൽ എല്ലാവർക്കും ഒന്ന് മനസ്സിലാക്കി റിലാക്സ് ആയിട്ട് നിങ്ങൾ അത് എങ്ങനെയാന്ന് അറിഞ്ഞ് അത് ചെയ്യാൻ തുടങ്ങി ഒരു 2-3 വീക്സ്, 2-3 ആഴ്ച, സെപ്റ്റംബറിൽ ഒരു ഫസ്റ്റ് വീക്കോ സെക്കൻഡ് വീക്കോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും ഇൻഷാ അല്ലാഹ്. ജുസ് 2 സ്റ്റാർട്ട് ചെയ്യും. ജുസ് 1 പോലെ തന്നെ ഉണ്ടാവും, ക്ലാസ്സസും എക്സാമും ഒക്കെ ഇതേപോലെ ഉണ്ടാവും. ഞാൻ പറഞ്ഞു ഫ്രഷ് ആയിട്ടായിരിക്കും, റിസൾട്ടുകളൊക്കെ ഫ്രഷ് ആയിരിക്കും. അപ്പം എല്ലാവരും പഠിക്കാൻ നോക്കുക, പങ്കെടുക്കാൻ നോക്കുക എക്സാമുകളിലൊക്കെ. പിന്നെ പലരും ജുസ് 1 ഒന്നാമത്തെ ജുസ് ആദ്യം മുതലേ എടുക്കുമോന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ഉണ്ടാവില്ല, അത് നമ്മളെ സൈഡിൽ നിന്ന് ഉണ്ടാവില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വന്തമായിട്ട് ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്ത് പഠിക്കുകയും എക്സാം എഴുതുകയൊക്കെ ചെയ്യാം. കാരണം എല്ലാം ഓപ്പൺ ആണ്. യൂട്യൂബിൽ വീഡിയോസ് ഉണ്ട്, നോട്ട്സ് ഗൂഗിൾ ഡ്രൈവിൽ ഉണ്ട്, ലിങ്കുകളൊക്കെ തരാം. എക്സാമിന്റെ ലിങ്കും ഉണ്ടാവും, അതൊക്കെ തരാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ചെറിയ ഗ്രൂപ്പുകളാക്കിയിട്ട് അങ്ങനെ വേണമെങ്കിൽ പഠിക്കാം. പക്ഷെ നമ്മളെ സൈഡിൽ നിന്ന് നൂറസുദ്രി മിഷ്കാത്തിന്റെ സൈഡിൽ നിന്നും ഇനി ജുസ് 1 വേറൊരു ഗ്രൂപ്പൊന്നും ഉണ്ടാവില്ല ഇൻഷാ അല്ലാഹ്. പക്ഷേ എൻ്റെ ഒരു സജഷൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ജുസ് 2ന്റെ കൂടെ തന്നെ പോവുക. കാരണം നിങ്ങൾക്ക് റിഫ്ലക്ഷൻസ് കിട്ടും ഗ്രൂപ്പിലുള്ള, അല്ലെ, നമ്മളെ തദബ്ബുർ ഡിസ്കഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും ജുസ് 2ൽ കൂടെ പോയാൽ. പിന്നെ നിങ്ങൾക്ക് ഡ്രോപ്പ് ആവാനുള്ള ചാൻസ് കുറവായിരിക്കും. കാരണം നമ്മൾ ഒറ്റക്കോ അല്ലെങ്കിൽ ഫുൾ മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിന്റെ കൂടെയൊക്കെ, അല്ലാത്ത ഗ്രൂപ്പിന്റെ കൂടെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഡ്രോപ്പ് ആവാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. പക്ഷെ ഇവിടെ ആകുമ്പോൾ നമ്മളൊരു വലിയ ക്രൗഡാണ്, സബ് ഗ്രൂപ്പ് ഉണ്ട്, അതുകൊണ്ട് ഡ്രോപ്പ് ആവാതെ കൊണ്ടുപോകാൻ എളുപ്പമുണ്ട്. അതുകൊണ്ട് ജുസ് 2ന്റെ കൂടെ അങ്ങ് പോയിട്ട് ജുസ് 1 നിങ്ങൾക്ക് മെല്ലെ മെല്ലെ ഒന്നെങ്കിൽ ഇൽം ടു അമലിന്റെ കൂടെയോ അല്ലാതെയോ എടുക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. ഓക്കെ, ഇനി അടുത്ത കാര്യം റബിയോ കൽബി. നമ്മൾ കഴിഞ്ഞ ദിവസം അറബി ഗ്രാമറിന്റെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതെന്ന്. എല്ലാവർക്കും ഒന്നും പറ്റില്ലായിരിക്കും, എന്നാലും കുറച്ച് ആൾക്കാർക്കൊക്കെ താല്പര്യമുണ്ട്, പലരും അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. തൽക്കാലം വേറൊരു ഗ്രൂപ്പ് ഇല്ല. നമ്മള് ഇപ്പോഴത്തെ ഗ്രൂപ്പിലുള്ള സ്റ്റുഡൻസ് ഒരു ഗ്രൂപ്പ് തുടങ്ങുന്നുണ്ട്. മാഷാഅല്ലാഹ് സ്റ്റുഡൻസ് ആണെന്ന് വിചാരിച്ച് മോശമാവുന്നൊന്നും വിചാരിക്കേണ്ട, എന്നെക്കാളും എത്രയോ പടി മുന്നിലുള്ളവരാണ്. മാഷാഅല്ലാഹ്. അപ്പം ഓൾറെഡി 1-2 ആൾക്കാർ വന്ന് പറഞ്ഞിട്ടുണ്ട് അവർ സ്റ്റാർട്ട് ചെയ്യാൻ തയ്യാറാണെന്ന്. പക്ഷെ കുറച്ച് സമയം എടുക്കാം നമുക്ക്, കാരണം ഇതെല്ലാം കൂടെ ആകുമ്പോൾ ഭയങ്കര ലോഡഡ് ആവും. അപ്പൊ താല്പര്യമുള്ളവർക്ക് നമ്മൾ പിന്നീട് അനൗൺസ് ചെയ്യും, അപ്പൊ ജോയിൻ ചെയ്യാം. എന്തായാലും ഒരു 5-6 മാസം കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ അതിന് മാത്രം തൽക്കാലം മാറ്റി വെക്കാണ്. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം മെയിൻ പെട്ടെന്ന് നമ്മൾ തുടങ്ങുന്നത് ഇൽം ടു അമൽ ആണ്. നാളെ അതിന്റെ ലൈവ് ഉണ്ടാവും. അടുത്ത ആഴ്ച മുതൽ നമ്മൾ അത് സ്റ്റാർട്ട് ചെയ്യും. ഒരു 2-3 വീക്സിന്റെ ഉള്ളിൽ നമ്മൾ ജുസ് 2 സ്റ്റാർട്ട് ചെയ്യും. ജുസ് 2 എന്ന് പറഞ്ഞത് ജുസ് 1 പോലെ തന്നെ ആയിരിക്കും, കാര്യങ്ങളൊക്കെ അങ്ങനെ നടക്കും. പിന്നെ ചേഞ്ചസ് പറഞ്ഞത്, ഒന്ന് റോൾ നമ്പറിന്റെ കൂടെ നിങ്ങൾ ഗ്രൂപ്പ് നമ്പറും കൂടെ എഴുതണം എക്സാമിന്. പിന്നെ എക്സാമിന്റെ ടൈമിങ്ങിൽ വ്യത്യാസമുണ്ട്. സൺഡേ നൈറ്റ് മുതൽ ട്യൂസ്ഡേ മോർണിംഗ് വരെ എക്സ്ട്രാ ടൈം തരുന്നുണ്ട്. പിന്നെ ലിങ്ക് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എക്സ്ക്യൂസും ഫോളോ അപ്പും ഒന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഓപ്പൺ ലിങ്ക് തരും, അതിനകത്ത് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് എക്സാം എഴുതാം. അപ്പം അത്രയാണ് ചുരുക്കം. പറയാൻ വിചാരിച്ചതൊക്കെ ഒരുവിധം പറഞ്ഞു എന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് നമുക്ക് റെക്കോർഡിംഗ് ക്ലോസ് ചെയ്തിട്ട് വേണമെങ്കിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുക്കാം. ഓക്കെ, അൽഹംദുലില്ലാ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا عن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.